ഞാൻ ഒരു കാര്യവും കൂടെ പറയാം, നിങ്ങൾക്ക് അറിവുള്ളതാ. ഇവിടെ അനേക മഹാന്മാർ വന്ന് മരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, മുട്ടറ്റം ഒരു വസ്ത്രം ധരിച്ച്, ഒരു കയ്യിൽ വടി, ഒരു കയ്യിൽ ശരറാന്തലുമൊക്കെ പിടിച്ച് ബ്രിട്ടീഷുകാരോട് പടപൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, നേടിയെടുക്കുവാൻ അഹോരാത്രം ബന്ധപ്പെട്ട രാഷ്ട്രപിതാവാണ് മഹാത്മജി. അദ്ദേഹം മരിച്ചു. ഓട്സയുടെ വെടിയേറ്റ് ആ നല്ല മനുഷ്യൻ മരിച്ചു. അതൊരു നല്ല വാർത്തയല്ല. അല്ല. ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു, നല്ല വാർത്തയല്ല. പ്രിയ മകൻ രാജീവ് ഗാന്ധിയും മരിച്ചു, നമുക്കറിയാം, നല്ല വാർത്തയല്ല. ഭരണതന്ത്രജ്ഞന്മാര് പലരും മരിച്ചു, മിടുക്കന്മാരെല്ലാം മരിച്ചു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും മരിച്ചു. മിടുമിടുക്കന്മാര്, മണർകാട് പാപ്പനും മരിച്ചു ഇല്ലേ? വെടിപ്പ് കണ്ടിട്ട് പുള്ളി മരിച്ചില്ലെന്ന് തോന്നുന്നു. എല്ലാവരും മരിച്ചു, മിടുക്കന്മാര്. ഞങ്ങളുടെ നാട്ടിലെ അന്നത്തെ കാലത്ത് ധനാഢ്യന കായൽ രാജാവ് മുരിക്കൻ, പുള്ളിയും മരിച്ചു. ഇവിടെ വന്ന സാമുദായിക നേതാക്കന്മാരും മരിച്ചു. ശ്രീനാരായണ ഗുരു സമാധി എന്നാ പറയുക, സമാധി അടങ്ങി. അയ്യങ്കാളി അദ്ദേഹവും ഔവണ്ണം തന്നെ. പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹവും മരിച്ചു. വൈകുണ്ഠസ്വാമികള് അദ്ദേഹവും മരിച്ചു. പൊയ്കയിൽ യോഹന്നാൻ അവർകള് അദ്ദേഹവും മരിച്ചു. ഇവിടെ വന്ന എല്ലാ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും മന്ത്രിപുങ്കവന്മാരും രാഷ്ട്രീയ അധികായകന്മാരെല്ലാം മരിച്ചു. EMS അടക്കം എല്ലാവരും മരിച്ചു. കെ കരുണാകരനും മരിച്ചു. അപ്പോൾ ഇവരുടെ എല്ലാം മരണ വാർത്ത നല്ലതല്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണ വാർത്ത നല്ല വാർത്തയാണ്. അതെന്താ ഇത് നല്ല വാർത്തയാകാൻ കാരണങ്ങൾ? ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ ഭാഗം വിടാം. യേശു ക്രിസ്തുവിന്റെ മരണത്തെ പോലെ പ്രസംഗിക്കുന്ന വേറെ ആരുടെ മരണമില്ല. മറ്റുള്ള മഹാന്മാരും ധീരന്മാരും ഒക്കെ മരിച്ചപ്പോൾ ആ മരണ ദിവസം നമ്മളൊന്ന് ഓർക്കും. മഹാത്മജി ആന്നേലും ഇന്ദിരാജി ആന്നേലും അല്ലെങ്കിൽ മറ്റ് പ്രഗത്ഭന്മാരൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോൾ മനോരമയുടെ ഒരു ഭാഗത്ത് ഒരു ഫോട്ടോയും ഒക്കെ, ഇന്നാണ് അവരുടെ ചരമദിനം, ഒക്കുന്നെങ്കിൽ ഒരു ഫോട്ടോയും ഒക്കെ വെച്ചൊരു പൂമാലയൊക്കെ ഇട്ട് അവരോട് വളരെ പ്രിയപ്പെട്ടവരോട് ബന്ധമുള്ളവരും സഹകരിക്കുന്നവര് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തും. ആ മീറ്റിങ്ങിലും എല്ലാവരും മരണത്തെ പറ്റിയൊന്നും അധികം വിസ്തരിക്കത്തില്ല. അവർ ചെയ്ത നല്ല പ്രവർത്തികളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇവരുടെ എല്ലാം മരണ ദിവസമാണ് ഓർക്കുന്നത് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം എല്ലാ ദിവസവും ഓർക്കുക, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നുമുണ്ട്. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ 100 കണക്കിന് സ്റ്റേജിൽ യേശുവിന്റെ മരണം പ്രസ്താവിക്കുക. അനേക ദൈവദാസന്മാർ ഇന്ന് പകലും ഈ മരണത്തെ പ്രസ്താവിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം, പരസ്യോഗമൊക്കെ നടത്തി വെച്ച് വന്നവരുണ്ട്. മരണത്തെ പറ്റിയാ, വേറൊന്നും പറയുന്നില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും യേശുവിന്റെ മരണം പ്രസംഗിക്കുക. അതെന്താ? ഈ മരണത്തിന് മഹത്വമുള്ള മരണമാണ്. മറ്റാരുടെ മരണം ഇതുപോലെ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ മരണത്തിന് വിശേഷത. നല്ല വാർത്തയാണ്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ മരണം ഓർക്കുന്നത് പോലെ വേറെ ആരുടെ മരണം ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞവരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവരുടെയൊക്കെ മരണം ആ ദിവസമാണ് നമ്മളൊന്ന് ഓർക്കുന്നത്. എന്തിനേറെ നമ്മളെ ജനിപ്പിച്ച അപ്പൻ, നമ്മളെ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ ആ മരിച്ച ദിവസം പോലും ഓർക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും അല്ലെങ്കിലും ചിലര് ചേടുത്തി വിളിച്ച് പറഞ്ഞു, കുഞ്ഞന്നാമേ ഇന്നാടി നമ്മുടെ അച്ചായി മരിച്ച. ആന്നോ? ഞാൻ ആ കാര്യം അങ്ങ്. അപ്പൊ ജനിപ്പിച്ച അപ്പൻ മരിച്ച ദിവസം പോലും ചിലരെ ഓർക്കുന്നില്ല. പെറ്റതള്ള മരിച്ച ദിവസം പോലും ഓർക്കാത്തവരുണ്ട്. കുറ്റമല്ലി പെടുന്നത് ചിലപ്പോൾ ഓർമ്മക്കേടായിരിക്കും.
അതും ആരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ മരണം അങ്ങനെ എല്ലാ ദിവസവും ഓർക്കുക, എല്ലാ ആഴ്ചയിലും ഓർക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച സഭായത്തിന് ആ ചർച്ചിലോട്ട് ചെല്ലുമ്പോൾ അവിടെ തിരുമേശ ഒരുക്കി വച്ചിരിക്കുക, അവിടുത്തെ മരണത്തെ വിളിച്ചറിയിക്കുക. ദൈവത്തിന് മകൻ ഇതുപോലെ അവൻ വേറെ ആരുടെ മരണമാ ഓർക്കുന്നേ? ഓർക്കുകയല്ല. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ, ജനനം നല്ല വാർത്തയാ, മരണവും നല്ല വാർത്തയാ. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ആദ്യത്തെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകത്തിൽ 4 പുസ്തകം സുവിശേഷ പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ആ 4 പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയാം നിങ്ങൾക്ക്. 2 സുവിശേഷത്തിലെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് മത്തായിയും ലൂക്കോസും. എന്നാൽ മർക്കോസും യോഹന്നാനും ജനനത്തെ പറ്റി, യോഹന്നാൻ അധികം ഒന്നും വിസ്തരിച്ചിട്ടില്ല, മർക്കോസും ഒന്നും പറഞ്ഞിട്ടില്ല ജനനത്തെ പറ്റി. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി 4 സുവിശേഷത്തിലും ഉണ്ട്. എത്ര അധ്യായമാണ്! അതെന്താ വിളിച്ചു പറയുന്നത്? മരണം നല്ല വാർത്തയാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഞാനധികം ദീർഘമാക്കുന്നില്ല, കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാത്രി ആ കർത്താവിനെയാണ് ഉയർത്തുന്നത്. അപ്പൊ ഇത് നല്ല വാർത്തയാണ്, സുവിശേഷം നല്ല വാർത്ത. സുവിശേഷത്തെ ഒടുക്കി കളയുവാൻ, മുടിച്ചു കളയുവാൻ അനേകർ രംഗത്ത് വന്നിട്ടുണ്ട്. കച്ചയും കെട്ടിയൊക്കെ വന്നു. കച്ച അടിഞ്ഞതല്ലാതെ ഇതിന് കോട്ട ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇത് ചത്തൊടുങ്ങിയ മാർഗമല്ല, ഉയർത്ത മാർഗമാണ്. അതിനെ ഇങ്ങനൊന്നും അല്ല അല്ലേലിയ എന്നും പറയണ്ട, പിന്നെ ഇത്രയും ഒപ്പിച്ച് തന്നല്ലോ, വലിയ കാര്യം. ഇനിയിപ്പോൾ ഇത് കേട്ടോണ്ട് ഇളകുമൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങൾ വൃശ്ചിക വ്രതം നടക്കുന്ന സമയത്ത് എരുമേലി ചെന്ന് എന്തോ ശക്തിയോടെ അതുങ്ങൾ ചാടുകയും പറയുകയൊക്കെ ചെയ്യുന്നു. നീ 90 കിലോ ഉണ്ട്, 1/2 കിലോയുടെ സ്വത്രം പോലും പറയുന്നില്ല, വന്നിരിക്കുക. ആരോട് പറയാൻ? അറിഞ്ഞു വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ആട്ടെ, നമുക്ക് ആ വിഷയം വിടാം. അപ്പോൾ സുവിശേഷത്തെ തകർത്ത് കളയുവാൻ അനേകർ രംഗത്ത് വന്നു. സുവിശേഷത്തിനൊരു കോട്ടവും വന്നിട്ടില്ല. ഇന്നാളെ ഒരാൾ പറഞ്ഞു സുവിശേഷം എല്ലാം തീർന്നെന്ന്. അങ്ങനൊന്നും തീരുകയില്ല. ഇത് ചത്തൊടുങ്ങിയ മാർഗമല്ല, ഉയർത്ത മാർഗമാണ്. ഇത് നല്ല വാർത്തയാണ് സുവിശേഷം, നല്ല വാർത്ത. ഈ സുവിശേഷം വന്നതുകൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടായി? നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. സത്യാന്വേഷികളുണ്ട്, ചരിത്രം വളച്ചൊടിക്കാത്ത നേരായ മാർഗത്തിൽ പഠിച്ചവരുമുണ്ട്, പഠിപ്പിക്കുന്നവരുമുണ്ട്, പഠിച്ചവരുമുണ്ട്. അവരോട് ചോദിക്കണം. വളച്ചൊടിക്കാരൊത്തിരി ഉണ്ട്. ഒരു കാലത്ത് ഈ വഴിയിൽ കൂടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക, സാധുക്കളാകുന്ന ആൾക്കാർക്ക് ഈ വഴിയിൽ കൂടെ ഒന്നും നടക്കാനൊക്കത്തില്ല. ഒരു കാലത്ത് കേരളത്തിലെ കാര്യമായി പറയാൻ ചെല്ലി പറയാറുണ്ട്. ആസ്ട്രേലിയയിൽ അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ കാര്യം ഇപ്പം പറയാം, പിന്നല്ലേ അമേരിക്കയിലെ കാര്യം, ഇവിടുത്തെ കാര്യം പറയാം. ഒരു കാലത്ത് സാധുക്കളാകുന്ന പ്രിയപ്പെട്ടവർക്ക് വഴിയിൽ കൂടെ നടക്കാനൊക്കത്തില്ല, അയിത്തമുള്ള കാലമാണ്. ഇത്ര അടി ദൂരം നടക്കണം. ചില പ്രിയപ്പെട്ടവർ വരുമ്പോൾ ശബ്ദമുണ്ടാകും, ഹോയ് ഹോയ് എന്നപ്പോൾ എല്ലാവർക്കും ഒന്നും വഴി നിൽക്കാനൊക്കത്തില്ല. ഇത്ര അടി ദൂരം. നായരിത്രയടി, ഈഴവരിത്രയടി, പുലയരിത്രയടി, സാമ്പവരിത്രയടി, കുറവനിത്രയടി, അത്രയടി ദൂരം എന്നില്ലേ വേറെ അടി. അതിനൊക്കെ ആളിനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. അയിത്തം. വലിയ വലിയ തറവാടുകളിൽ എല്ലാവർക്കും കയറി ചെല്ലാനൊക്കത്തില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ മിശ്രഭോജനം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം, എന്നേക്കാൾ അറിവുള്ളവരാ. ഈഴവ സമുദായത്തിലെ പ്രഗത്ഭനായ ഒരാളായിരുന്നു സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്, എലവന്തിട്ട. ഈഴവ സമുദായത്തിലെ അതികായകന മഹാകവിയാ.
പക്ഷെ അദ്ദേഹത്തെ സരസകവി മൂലൂര് പത്മനാഭ പണിക്കർ എന്ന് സംബോധന ചെയ്തില്ല. അയിത്തമുള്ള കാലം, അതുകൊണ്ട് പണിക്കർ ഇറില്ല, ഇന്ന വിവരമുള്ളവർക്ക് മനസ്സിലായി കാണും. അത് പിന്നത്തേതിലാ മാറ്റിയത്, അയിത്തം. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിനിടയിൽ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനായിരുന്നു ആലുംമൂട്ടിൽ ചാന്നാര്. പള്ളിപ്പാട്, ഹരിപ്പാട്, മുട്ടം ആലുംമൂട്ടി ചാന്നാർ. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് കാറുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഡേടെ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലേ, നീ എല്ലാം അടിച്ച് തീരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോ പറയണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക, ആലുംമൂട്ടി ചാന്നാർ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് കാറുണ്ട്. തിരുവിതാംകൂറിലെ കാറുള്ള 1-2 പേരിൽ ഒന്ന് ഈഴവ സമുദായത്തിലെ അന്നത്തെ വലിയ പ്രമാണി ആലുംമൂട്ടി ചാന്നാര്. അദ്ദേഹത്തിന് കാറുണ്ട്. വാഗത്താനത്ത് ഒരെണ്ണത്തിന് കാറില്ല. നിങ്ങൾക്കുണ്ടായിരുന്ന കാറ് മഴക്കാറായിരുന്നു. ഇപ്പോഴല്ലേ 10 പുത്തനുമൊക്കെ ആയി പരുവക്കേട് മാറിയത്. അന്ന് പുള്ളിക്ക് കാറുണ്ടായിരുന്നെന്ന് ഉണ്ട്. ആ മുഖം തെളിയാത്ത അസൂയ കൊണ്ടാ. എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ അസൂയ. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. അദ്ദേഹം കാറ് വരുമ്പോൾ കാർ ഓടിക്കുന്നത് നായരാ. കാർ ഓടിക്കുന്നത് നായര്, ഈഴവൻ്റെതാ കാറ്. അദ്ദേഹം ആ മുതലാളി. പക്ഷെ കാറിഞ്ഞോട്ട് വിട്ട് ഈ ഹരിപ്പാട്ട് അമ്പലത്തിന് അവിടെ വരുമ്പോൾ, പഴയ അമ്പലമാണ് ഹരിപ്പാട്ട് അമ്പലം, 2 ക്ഷേത്രമാടുത്തത്, മണ്ണാറശാലയും ഹരിപ്പാടും. പണ്ട് ഞാൻ 2ഇടത്തും പോയിട്ടുള്ളതാണ് ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്. അത് വേറൊരു കഥ, അത് പിന്നെ ഒക്കുക എന്നേ പറയാം. അപ്പോൾ ഹരിപ്പാട്ട് ക്ഷേത്രത്തിന് അവിടെ വരുമ്പോൾ അയിത്തമുള്ളത് കൊണ്ട് ആലുംമൂട്ടി ചാന്നാർ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നടന്ന് വേറൊരു വഴിയെ കൂടെ നടന്ന് അപ്പുറത്ത് റോഡിൽ ചെല്ലും. കാരണം അമ്പലത്തിന് അതിലേ വരാനൊക്കത്തില്ല, ഈഴവനാ, ഇതിലേ വരാനൊക്കത്തില്ല. മുതലാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ ഗാജുണ്ടെന്ന് പറഞ്ഞ അയിത്തം അതുപോലെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ നായര് കാർ ഓടിച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകും. അങ്ങനത്തെ കാലമായിരുന്നു. മറ്റുള്ളവർക്കായുടാനും നടുവാൻ, അതുകൊണ്ട് ആശാൻ പാടിയത് എൻ കുമാരൻ ആശാൻ. ദുരവസ്ഥ, വല്ലാത്ത അവസ്ഥ കണ്ട് പുള്ളി ആശികത്തിൽ ഗംഭീരം ആയിരുന്നു. മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. അതൊട്ടു കൂടാത്തവർ, തീണ്ടി കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ, തീണ്ടി കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ, ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. അപ്പോൾ ജാതി കോമരങ്ങൾ കലുതുള്ളിയേറി ഉറഞ്ഞ കാലം, അയിത്തമുള്ള കാലം. പട്ടിക്കും പന്നിക്കും സകല മൃഗത്തിനും പെരുവഴിയെ കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാൻ മേല. അമ്മമാർക്ക് മാറു മറയ്ക്കാനൊക്കത്തില്ല. അവയവത്തിന് കരം കൊടുക്കേണ്ട കാലം. ഒരമ്മയ്ക്ക് അവയവത്തിന് കരം കൊടുക്കാൻ നിർഭാഗ്യമില്ലാതെ വന്നപ്പോൾ അമ്മ അവയവം ചെത്തി ചേമ്പലക്കകത്ത് കൊടുത്ത് ആണ്ട കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചിരി വരും, അതൊക്കെ നടന്ന സംഭവമാണ്. ആ സ്ഥലത്തിന് ഇപ്പോഴും ആ അവയവത്തിന്റെ പേരില അറിയപ്പെടുന്നത്. സാധുക്കളാകുന്ന ആൾക്കാർക്ക് ആഭരണം ധരിക്കാനൊക്കത്തില്ല.
അഥവാ ധരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കല്ലുകൊണ്ട് മാലയുണ്ടാക്കണം. മാത്രമാണോ അടിമക്കമ്പോളങ്ങൾ, അടിമച്ചന്തകൾ. ഈ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട അടിമച്ചന്തകളാൽ 2 എണ്ണമാ. ഒന്ന് ചങ്ങനാശ്ശേരി, 2 മല്ലപ്പള്ളി. അടിമ എതിർത്താൽ അന്ന് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് ആ മല്ലപ്പള്ളിക്കടുത്ത് പണ്ടൊരു പേരുണ്ട്, വെട്ടുകണ്ടം. ആളിനെ കൊണ്ട് വെട്ടിക്കണ്ടിക്കുക. അതിനൊക്കെ എതിരെയാ PRDS സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ അവർകൾ പൊരുതിയത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, അത് അവരതിൻ്റെ പരുവത്തിന് പറഞ്ഞോളും, അവർ അറിയാവില്ല പറയാൻ. അപ്പോൾ അടിമകളെ കൊണ്ട് വില പറയും, അപ്പനെയും അമ്മയും മക്കളെയും കൊണ്ട് വില പറയും ചന്തയിൽ. അടിമകൾ തന്നെ പല നിലയിൽപ്പെട്ടവരാ. സൗന്ദര്യമുള്ളവര്, സൗന്ദര്യം കുറഞ്ഞവര്, മിടുക്കന്മാര്, മിടുക്ക് കുറഞ്ഞവര്, കഴിവുള്ളവര്, കഴിവില്ലാത്തവര്, ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർ. അപ്പോൾ വന്ന് വില പറയുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ വിലയ്ക്ക് മേടിച്ചു പോകും. ചിലപ്പോൾ അപ്പനും അമ്മയും മക്കളും കൊണ്ട് നിൽക്കുക. ഒരു മുതലാളി വന്ന് അപ്പനെ ഇഷ്ടപ്പെട്ട് കാണും, നല്ല ആരോഗ്യം, അപ്പനെ വിലയ്ക്ക് മേടിച്ചുകൊണ്ടങ്ങ് പോകും. അമ്മയും മക്കളും നോക്കി നിൽക്കുക, മിണ്ടാനൊക്കത്തില്ല. കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകും കാശ് കൊടുത്ത്. അപ്പനും അമ്മയും മാതാപിതാക്കൾ ഒന്നും മിണ്ടാനൊക്കത്തില്ല, സകാരായിട്ട് നിൽക്കുക. ചിലപ്പോൾ മൂത്ത പിള്ളേരെയും അപ്പനെയും കൊണ്ടുപോകും, ഇളയ കൊച്ചും അമ്മയും വാവിട്ട് നിലവിളിക്കുക. ഇങ്ങനത്തെ കാലം. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും പിടികിട്ടിയില്ല, ഇപ്പൊ എല്ലാം വേറെ രീതി വന്നിരിക്കുക. നിങ്ങൾ ഓർക്കുന്ന പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു ഉള്ള അതിൻ്റെ എല്ലാം വല്യപ്പനായിട്ട് ഉഴുതു മറിച്ച് ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നത്. ഞാൻ ഇങ്ങനെ പോയാൽ, ഒത്തിരി ചരിത്രത്തിലോട്ട് പോയാൽ പെന്തിക്കോസുകാർ പറയും, ഓ ദൈവോചനം ഒന്നും പറഞ്ഞില്ലെന്ന്. ഇപ്പൊ തന്നെ മുഖമെല്ലാം വല്ലാതാകുന്നു. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ആശുപത്രി ചെന്നാൽ കയറ്റത്തില്ലല്ലോ പണ്ട് കാലത്ത്. ഐത്തമാ, എല്ലാവരെയും ഒന്നും പരിശോധിക്കത്തില്ല. കഴിവുള്ളവര്, നിറമുള്ളവര്, കാശുള്ളവര്, കുലീനന്മാർ, ഉന്നതന്മാരെ പരിശോധിക്കും. സാധുക്കളാകുന്നവരെ ചെന്ന് പരിശോധിക്കത്തില്ല. അവരെയൊക്കെ മാറ്റി ഒരു മൂല നിർത്തും. ദൂരെ നിന്നിങ്ങനെ നോക്കും, അപ്പോത്തിക്കിരി. പിന്നെ മരുന്നെല്ലാം കൂടെ കലക്കി വലിയ അണ്ടാവ് പോലെ കലക്കി ഇട്ടിരിക്കുക. ഓരോ കുപ്പി നിറച്ച് തള്ളക്കൊക്കെ തള്ള അവിടെ മുതൽ കുടിച്ചങ്ങ് പോവുക. ചോദിക്കും, നിനക്ക് നിറച്ച് കിട്ടിയോടിയെന്ന്. എനിക്ക് 3/4 കുപ്പി കിട്ടിയോ ചമ്മ. അവിടെ മുതൽ കുടിക്കുക. ചിലതൊക്കെ രക്ഷപ്പെടും. ഇപ്പം നമുക്ക് രസകരമായി തോന്നും, ഇതൊക്കെ അനുഭവിച്ചവരുണ്ട്. ഇവരുടെ പേരിൽ വരുന്ന മരുന്നും കാശുമൊക്കെ മറച്ചു വയ്ക്കുന്ന വിദ്വാൻമാർ അന്നുകൊണ്ട്, അത് ഇന്നുകൊണ്ടല്ലോ. അതുകൊണ്ടാ ചിങ്ങവനത്തെ നമ്മുടെ പേരെന്തുവാ, സുശീലൻ ഭാഗവതന് ഞാനറിയാം. അദ്ദേഹം ഒരു പാട്ട് ഇതെല്ലാം കൂടെ കണ്ട് ഈ കാട്ടായമെല്ലാം കണ്ട് പുള്ളി പാട്ടെഴുതി. പാടാൻ എനിക്ക് വയ്യ, എന്നാലും പാട്ട് നല്ലതാ. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിൽ കാഴ്ചവർകളിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിൽ കാഴ്ചവർകളിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ട ഒപ്പം പിടിച്ചിരുത്തി ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ജീവിതമായ സാധുജനങ്ങൾ എന്തു ഗതി, ആകുലം തീർപ്പാൻ എന്തു വഴി. നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർകൾ എഴുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ
കൊടുത്തിടുന്നു സർക്കാർ ആശുപത്രികൾ. ഈ വിധമായ സാധുജനങ്ങൾക്കെന്തു ഗതി, ആകുലം തീർപ്പായെന്നു വഴി. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല നല്ല മരുന്ന് വന്നാൽ ഇതുങ്ങൾക്ക് കൊടുക്കുകയല്ല, അതൊക്കെ വേറെ വകുപ്പാണ്, ഞങ്ങളെ പരിശോധിക്കത്തുമില്ല. പിന്നെ ആരെ പരിശോധിക്കുമെന്ന് ഭാഗവതർ എഴുതി, അത് ഞാനിപ്പോൾ പറഞ്ഞ അലോഗ്യം ഉണ്ടാകും. എന്നാലും ഒരു പരിപാടാം, ചിലരെ കാണുമ്പോൾ പ്രത്യേക പരിശോധനയാണ്. അതാ ഞാൻ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കരുത്, പുള്ളി എഴുതിയനാ. കെട്ടുപ്രായം തീകത്തുണ്ണിമാർ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. അത്രയും കേട്ടാ മതി, ബാക്കി പാടിയാ പിന്നെ. അപ്പോൾ ഇങ്ങനത്തെ അധപ്പതിച്ച കാലം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കത്തില്ല. എൻ്റെ വല്യമ്മച്ചി ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്നലെയാ മരിച്ചത്, 107. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കുട്ടനാട്ടുകാരനാ, കാവാലംകാരനാ. അപ്പം വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഈ തമ്പുരാക്കന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ കയറ്റുകയല്ല, ഈ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം മുറ്റത്തെ കുഴി കുത്തി ഇല കോട്ടി അതിനകത്തൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി ഈ പാത്രം അഥവാ വല്ലതും കൊടുത്താൽ അത് കഴുകി കമത്തണം. അങ്ങനത്തെ വല്ലാത്ത കാലമുണ്ടായിരുന്നു. ഒന്നിച്ച് ഭക്ഷണം കഴിക്കത്തില്ല, കൈതരത്തില്ല, സഹകരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്ത കാലം മാത്രമാണോ വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലെന്ന്. ഞങ്ങൾക്കൊരമ്മയുണ്ട്, ഇപ്പം 99 100 കഴിഞ്ഞെന്നാ പിള്ളേർ പറഞ്ഞ തള്ള അംഗീകരിക്കുന്നില്ല. എന്നാലും ഉണ്ട്, നല്ല മൂച്ചുള്ള തള്ളയാ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി എത്ര ക്ലാസ് പഠിച്ചു? അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഞാൻ 2.5 ക്ലാസ് പഠിച്ചെന്ന് പറഞ്ഞു. അമ്മയുടെ കണക്കാ 2.5 ക്ലാസ്. ഞാൻ ചോദിച്ചു, പിന്നെ എന്നെ നിർത്തിയത്? അത് പറയാമെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഞാൻ പണ്ട് പഠിച്ചപ്പം അന്ന് ഈ അയിത്തമുള്ള കാലമാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ആ സ്കൂളിൻ്റെ വരാന്തയുടെ അങ്ങേ സൈഡിൽ ഈ പൂക്കൾ ഉണ്ടായിരുന്നു. അതിലൊരു പൂ ഞാനങ്ങ് പറിച്ചു, ഇഷ്ടം കൊണ്ട്. അപ്പോൾ ഒരു പയ്യൻ ചെന്ന് സാറിനോട് പറഞ്ഞു, അയാൾ പൂണൂലിട്ടയാളാണ്, സാറിനോട് ചെന്ന് പറഞ്ഞു എവള് പൂ പറിച്ചെന്ന്. അപ്പോൾ ഈ സാറ്, എല്ലാ സാറന്മാരും ഒന്നും നല്ലതല്ല, എല്ലാ സാറന്മാരും പ്രശ്നക്കാരുമല്ല, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങേരെ അല്പം മൂപ്പായിരുന്നു. അപ്പം ഈ അമ്മച്ചിയെ പിടിച്ച് ബെഞ്ചെ കയറ്റി നിർത്തി ഈ പറഞ്ഞവൻ്റെ ഈ വടി കൊടുത്തേച്ച് പറഞ്ഞു, അന്നത്തെ കാലം അടിക്കണമെന്ന് പറഞ്ഞു. അടിക്കാൻ പൂ പറിച്ചതല്ല വിഷയം, അയിത്തമുള്ള കാലമാണ്, അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് അടിക്കുക. ഓരോ അടി അടിക്കുമ്പോഴും സാറ് മൂളും. തള്ളയ്ക്ക് കുറച്ചു നേരം കേട്ടപ്പം അരിശമായി. ചെറുപ്പമാണല്ലോ, വീര്യമാണ്. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ എണ്ണി 14 അടി അടിച്ചവൻ. 14 അടി അടിച്ചപ്പോൾ എൻ്റെ കാലുമൊക്കെ പൊട്ടി. സാറിങ്ങനെ മൂളുക. 15ാമത്തെ അടി വന്നപ്പോൾ കാല് മടക്കി അവൻ്റെ മോന്തയ്ക്കടിച്ചു സ്ലേറ്റ് കൊണ്ട് താണ്ടിട്ടൊരു അടി അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് ചെല്ലാനും ഒക്കെയല്ല. അള്ളക്ക് അരിജങ്ക തീരാജ വന്നിട്ട് അവൻ കരിമ്പ് കാട്ടി പാത്തിരുന്നു. സാറ് വന്നപ്പം വെട്ടുകത്തിക്ക് വെട്ടി കരിമ്പിനിട്ടാ കൊണ്ടത്. സാറ് ചാടി. കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അന്നത്തെ കാലം അതാ. പേര് ഞാൻ പറയുന്നില്ല. പാടത്ത് പണിയെടുക്കുവാൻ കൊയ്യാൻ ഒന്നും അനുവദിക്കത്തില്ല. സമരമുറകളാ. പേരൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം പ്രശ്നം വന്നപ്പോൾ അന്ന് ചീട്ട് വെച്ചാ കൊയ്യിക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരി ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഗൗരി, ഞങ്ങളിറങ്ങി കൊയ്തെന്ന് പറഞ്ഞു. കൊയ്തപ്പം പ്രശ്നമായി. അവസാനം ഞാൻ പ്രശ്നമായെല്ലാം വിവരിക്കാൻ നേരമില്ല. അവൻ്റെ പുറകെ ഓടി അരിവാളുമായിട്ട്. അന്നേരം വേറൊരാൾ വാള് തന്ന്, അന്നത്തെ കാലമാ, പുറകെ ഓടി. അവൻ ഓടിച്ചെന്ന് അവൻ പാലത്തിൽ നിന്ന് താഴോട്ട് ചാടി. അവനെ കിട്ടാൻ ഞാൻ പാലത്തിൻ്റെ കൈവരിയെല്ലാം വെട്ടിയേച്ചാ പോകുന്നെന്ന്. കേൾക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നും. അന്ന് തീച്ചൂളക്കകത്തൂടാ പോകുന്നത്. എന്താ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ചേതോവികാരം? എന്താ വിഷയമെന്നാ?
അവൻ പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പഞ്ചമി എന്ന പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കയറ്റി പള്ളിക്കൂടത്തിന് തീ വെച്ചു. വെങ്ങാനൂര് സമാന സംഭവം പുല്ലാട്ടുണ്ടായി. ടി തേവൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പള്ളിക്കൂടത്തിലിരുത്തി അന്ന് പുല്ലാട്ട് പള്ളിക്കൂടത്തിന് തീ വെച്ചു. പിന്നെ ആ പയ്യനെ സരസകവി മൂലൂര് പത്മനാഭ പണിക്കരും ഒക്കെ ചേർത്ത് പഠിപ്പിച്ചു. അദ്ദേഹം പിന്നെ പ്രസിദ്ധനായി ടി തേവൻ എന്നറിയപ്പെട്ട കേശവശാസ്ത്രി. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള വല്ലാത്ത ഒരു കാലവും നാളുകളുമായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം മാറ്റം വന്നതും വരുത്തിയതും മാറ്റം വരാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ആണെന്ന് സുവിശേഷം വന്നതാ. എന്തിനാണ് ഞാൻ ഒരു ചെറിയ അനുഭവം എപ്പോഴും പറയുന്നതാ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇത് അങ്ങനെ പറയണമല്ലോ. വേണ്ടേ? ഇപ്പൊ ഞാൻ വെള്ളത്തുണി ഉടുത്തോണ്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ വെള്ളത്തുണി എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഉടുക്കാനൊക്കത്തില്ലായിരുന്നു. ഒക്കത്തില്ല. ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് ഈ നടുക ഇതിലെ നടക്കാനൊന്നും അനുവദിക്കത്തില്ല. അഥവാ അങ്ങനെ വെള്ളത്തുണി ഉടുക്കണമെങ്കിൽ ചെളിവാരിത്തേക്കോ കരിവാരിത്തേച്ചു വേണം. ഉടുക്കാൻ അനുവദിക്കത്തില്ല. എന്നാൽ ഇന്ന് അതിനെല്ലാം യോഗ്യമായി വസ്ത്രം ധരിക്കുവാൻ കണ്ടോ എത്ര എണ്ണമാ നല്ല യോഗ്യമായിട്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഇടയാക്കിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം കേട് തീർത്ത് ഞാനും ഇഷ്ടം പോലെ വെള്ളത്തുണിയായിട്ട് അങ്ങ് നടക്കുക. ഈടൊരു തള്ള ചോദിച്ചു എന്തിനാ ഇത്? ഞാൻ പറഞ്ഞു ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയുണ്ട്, ഇനിയും വരുത്തുക. അല്ല, ഒരു കാലത്ത് ഇത് ഒക്കത്തില്ലായിരുന്നു. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്നും യോജിക്കുകയല്ല. നിങ്ങൾ കണ്ടിട്ടില്ലയോ പൊയ്കയിലോട്ട് തീർത്ഥാടനം പോകുന്ന വെള്ളത്തുണി എടുത്തോണ്ട്? അതിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അതിന് കാര്യമുണ്ടെന്ന്. ഒരു കാലത്ത് വെള്ളവസ്ത്രം ധരിക്കാനോ വഴികൾ നടക്കാനോ പള്ളിക്കൂടത്തിൽ പോകാനൊന്നും അനുവദിക്കത്തില്ല. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടെല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം എവിടൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അവിടെല്ലാം വിടുതലുണ്ടായിട്ടുണ്ട്. സുവിശേഷം ആര് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം രക്ഷയാണ്. സുവിശേഷം ഏത് ഭവനത്തിൽ വന്നോ ആ ഭവനത്തിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ട്. സുവിശേഷം ഏത് ദേശത്ത് വന്നു ദേശത്തിന്റെ മുഖച്ഛായ മാറി. നരമോചികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുമി സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുമി സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുമി സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ എവിടെയും ഉയർത്തുവാനും പറയുവാനും അറിയിപ്പാനും പറ്റുന്നതാണ് ഈ നല്ല വാർത്ത, സുവിശേഷം, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നല്ല വാർത്ത. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒത്തിരി ഉണ്ട്. അതെല്ലാം പറഞ്ഞാൽ എടുത്ത വാക്യത്തിലോട്ട് വരാനൊക്കത്തില്ല. സുവിശേഷത്തിന്റെ ഒരു വിശേഷത റോമാലേഖന 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും. പിന്നെ വായിച്ചേ ആ വാക്യം 23 അല്ലയോ? വായിച്ചേ. വായിക്കേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാ എന്ന് പറഞ്ഞാൽ സുവിശേഷം നിന്നെ രക്ഷിക്കും.
മറ്റൊരു തലനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് സുവിശേഷം, അത് യേശുക്രിസ്തുവിന്റെ നാമം. അപ്പൊ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. ചിലക്ക് ഇതിനെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണകളാ. സുവിശേഷം മതം മാറ്റുക, സഭ മാറ്റുക, സംഘടന മാറ്റുക. അല്ലല്ല, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. 2 സുവിശേഷത്തിന്റെ വിശേഷത. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 വായിച്ചു. ഇതെല്ലാം അറിവുള്ള വാക്യമാ വായിപ്പിക്കുന്നത്. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് അറിയിക്കാനാ. നിങ്ങളുടെ അലയ്ക്ക് സത്യം കെട്ടിയും പിന്നെ നീതി എന്ന കവചം ധരിച്ചും പിന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി. ശ്രദ്ധിച്ചേ, 2 സുവിശേഷം സമാധാനമാണ്. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ സമാധാനമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് സമാധാനമാണ്. തേണ്ടിരിക്കുന്നതെല്ലാം സമാധാനത്തോടായിരിക്കുന്നത്. അതെ, പ്രശ്നമില്ലാഞ്ഞിട്ടാണ്. മുഴുവൻ പ്രശ്നക്കാരാ, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അതെ, എന്നാലും സമാധാനത്തോടെ ഇരിക്കുക. ചില ആൾക്കാർ ധരിച്ചേക്കുന്നത് ഈ പെന്തിക്കോസിലോട്ട് വന്നില്ലെങ്കിൽ സുവിശേഷം കേട്ട ഉടനെ പ്രശ്നമെല്ലാം അങ്ങ് തീർന്നെന്നാണ്. കൊള്ളാം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പ്രശ്നക്കാരാ. ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും എന്നാ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത്? ഇത് സമാധാനമാണ്, ഇല്ലേ? കടവുള്ളവരൊക്കെ കൈ പൊക്കിക്കുക, തരാനല്ലെങ്കിൽ അറിയാനാ. ആർക്കും ഒരു കടവുമില്ലേ? കൈ പൊക്കാൻ മുഴുവൻ കടവാ. അതിന് ഭാഷ പൊക്കിയിട്ടും കാര്യമൊന്നും. വീടില്ലാത്തവരില്ലേ, സ്വന്തമായിട്ട് കിടപ്പാടം വീടില്ലാത്തവരെന്ന് കൈ പൊക്കിക്കേ. ഉണ്ടോ? എന്തോ സമാധാനത്തോടായിരിക്കുന്നത്. സ്തോത്രം. വാടകയ്ക്ക് താമസിക്കുന്നവരില്ലേ, കൈ പൊക്കിക്കേ. എന്ത് സമാധാനമാണ്. സ്തോത്രം. അന്നേരം 2 നില വീട് പണിത് ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താഴുമൊക്കെ ഇട്ട് പോട്ട് വാല് മുറിച്ച് 2 പട്ടിയും പിള്ളേരെല്ലാം തുരുതുരുന്ന് കാശ് അയച്ചു കൊടുക്കുക. എന്നാലും തള്ളയ്ക്ക് ഒരു സമാധാനവും. കസേര നിറച്ചിരിക്കുക, നമ്മളൊക്കെ കൊച്ചമ്മേനോ ഒരു സമാധാനം. അന്നേരം മേരിയാണ്ട പക്കി പറക്കും പോലെ പറക്കുന്നു. അവിടെ ചെന്ന് മുളകിടിച്ച് വെച്ച് വേണം കഞ്ഞി കുടിക്കാൻ. എന്നാലും സമാധാനമാണ്. ഇങ്ങോട്ട് വന്ന് നോക്കിത് സമാധാനമാണ്. നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ നായക സമാധാന നായക നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ എന്തിനാകൂലം കലരും മനമേ. ശ്രദ്ധിക്കുക, സുവിശേഷം സമാധാനമാണ്. അതിലെ നമ്മളെ സുവിശേഷം പറയുമ്പോൾ ആരെങ്കിലും വന്ന് ഉടക്കിയാൽ നമ്മളുടനെ അങ്ങ് ശാന്തമാകുന്നേ. അതേസമയം വേറെ ആരെങ്കിലും യോഗം നടത്തുകയോ അവരുടെ പാർട്ടിയുടെ ആന്തേലും സമുദായത്തിൻ്റെ ആന്തേലും ഒന്ന് ഉടക്കിക്കേ. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ യോഗം ചില ഉപദേശിമാരൊക്കെ എവിടെയെങ്കിലും ചെന്ന് പരസ്യയോഗം നടത്തുമ്പോൾ ചില പൊടിമീ, അവനും നല്ല മീജി ആയില്ല, പൊടിയാ, എന്നാലും പൊടി ഒരു തിരിയൊക്കെ വന്നു ഒന്നാ തന്നെ ഈ പാവത്തങ്ങൾ കൂടും കിടക്കെ എടുത്തോണ്ട് പോവുക. അതെന്നാ? ഇത് സമാധാനമായതുകൊണ്ടാണ്. സമാധാനമാണ്. നമ്മൾ റോഡൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില റോഡ് ബ്ലോക്ക് ചെയ്യുമല്ലോ, ചിലരെ ബ്ലോക്ക് ചെയ്യും. ഉടനെ നമ്മളെ അതെതിലെയാന്ന് പോലും നമുക്കറിയാൻ മേല, നമ്മളങ്ങ് പോവുക. ഈയിടെ ഞങ്ങൾ പോകാൻ വഴി ഒറ്റയടി വണ്ടിക്കിട്ട് ഒരുത്തനെ, അവനൊരു മുട്ടറ്റം നീളമുള്ള മുണ്ട് കൊടുത്തവന്. നമ്മൾ ഈ സമാധാനത്തിൻ്റെ മാർഗമായതുകൊണ്ട് ഏതിലേലും പോട്ടെന്ന് ഓർത്ത് നമ്മളും പോവുക. ആണെന്ന് ഇത് സമാധാനമാണ്. ഇത് മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല. അവന്റെ പടല് വെട്ടിക്കൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നെന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. അവനെ തകർത്ത് മുടിച്ചേച്ച് അവനെ തൂത്ത് തുടച്ചേച്ച് നമുക്ക് മാത്രം ഇവിടെ അവൻ വാഴണം, ജീവിക്കണം എന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം.
സകലരും സമാധാനമാചരിക്കണം, സകലർക്കും രക്ഷയുണ്ടാകണം, സകല മനുഷ്യനും രക്ഷപ്പെടണം, സകലരും വിടുതല പ്രാപിക്കണം. ഒരു വിഭാഗക്കാരൊരു മതക്കാരൊരു സഭക്കാരൊരു സംഘടനക്കാര് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, മുഴു ലോകത്തിന്റെ സമാധാനം. അതുകൊണ്ടാണ് ഞാൻ പറയും, ഞങ്ങളുടെ സഭയിലൊക്കെ ഒന്ന് വന്നെ പ്രാർത്ഥിക്കും, ദേശത്തിന് വേണ്ടിയായി പ്രാർത്ഥിക്കുന്നത്. അല്ല ഞാനും എൻ്റെ വെമ്പിള എൻ്റെ പിള്ളേരും ഗ്ലോറി അങ്ങനല്ല, വന്ന് നോക്ക് എത്ര എണ്ണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈയിടെ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷയം വിട്ടുപോയത് അള്ള ചുപ്പാച്ചോട് ചോദിച്ചു, എല്ലാ സഭക്കാരുടെയും പറഞ്ഞ് ഞങ്ങളുടെ കാര്യം എന്നാ പറയാഞ്ഞെന്ന്. പാവം അങ്ങ് മറന്നു പോയതാ. അപ്പം പിന്നെ പുള്ളി തള്ള സാൽവേഷൻ ആർമിയാണ്. അപ്പം എല്ലാ സഭയുടെയും പേര് പറഞ്ഞ് വിട്ടുപോയതാ. എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ എപ്പോൾ തുടങ്ങിയാലും ആദ്യം അവരുടെ പേര് പറയില്ല, തള്ള എങ്ങാനും കയറി. എല്ലാവരുടെ ഹൈന്ദവ സ്നേഹിതന്മാരും മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും അങ്ങനെ വേണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഏത് മതമോ അതൊക്കെ മനുഷ്യനൊപ്പിച്ചതാ ജാതി. ഞങ്ങൾ ഇച്ചിരി കൂടിയറാ, മറ്റവർ കുറഞ്ഞറാ, ഞങ്ങൾ വലിയ പുള്ളിയാ. അതിൻ്റെ ബവരക്കേടായത്. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ഉപദേശം പറയാം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഉളവാക്കി. സകല എണ്ണം ഒറ്റ ഒരുത്തന്റെ സന്തതിയാ ആണെന്ന് ഇതിനകത്ത് ഇരിക്കുന്നവൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വെളിയിൽ നിൽക്കുന്നവരാ വിശ്വസിക്കുന്നത്. വെറുതെ വന്ന് ഞായറാഴ്ച രാവിലെ ഇതുവെടുത്തോണ്ട് ഓടുന്ന ഓട്ടം അങ്ങനെ അല്ല, വെടികൊണ്ട വന്നിയ പോലെ ഓടുന്നത്. വിശ്വസിക്കുന്നില്ല ചിലര്. ഇത് ഞാനത് വിശ്വസിക്കുകയും അത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു വിഷയവും ഇല്ലാത്ത സകല എണ്ണം ഒറ്റ ഒരുത്തൻ്റെയാണ്. പിന്നെ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പ്രകൃതിക്കൊക്കെ മാറ്റം വന്നേ ഉള്ളൂ. ഭക്ഷണക്രമം, ജീവിതശൈലി, ജീവിത നിലവാരം, ജോലി, സാഹചര്യം, ക്ലൈമറ്റ്, അതുകൊണ്ടൊക്കെയാണ് ഈ പല കളറും പല രൂപത്തിലൊക്കെ വന്നിരിക്കുന്നത്. എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാണ്. ഈ മുറിച്ച് മുഴുവൻ ചുമന്നതല്ലേ വരുന്നത്. ഹലോ, നീല രക്തമുള്ള തള്ള ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. പക്ഷെ എൻ്റെ നീല കളറാണ്. ദൈവത്തിന് മകൻ എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാണ്. സകല എണ്ണത്തിന് ഒരു സൂര്യനേ ഉള്ളൂ. സകലർക്കും ഒരു ചന്ദ്രനാണ്. അല്ലാതെ യാക്കോബക്കാർക്കൊരു ചന്ദ്രൻ, കത്തോലിക്കർക്കൊരു ചന്ദ്രൻ, എന്തിക്കോസുകാർക്ക് വേറൊരു ചന്ദ്രൻ, ഹിന്ദുക്കൾക്ക് അപ്പുറം മാറിയൊരു ചന്ദ്രൻ, മുസ്ലിങ്ങൾക്ക് വേറൊരു ചന്ദ്രൻ. എല്ലാവർക്കും ഒറ്റ ചന്ദ്രനേ ഉള്ളൂ, ഒരു സൂര്യനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. അറിവും പരിജ്ഞാനവും ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഒരു ജാതി ഒരു മതം. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ദൈവം ഒരുവനല്ലോ. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ അസാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കരൂപി, ഊർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കരൂപി, ഊർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം ഒരുവനേ ഉള്ളൂ. ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാണ്.
എടുത്തച്ഛൻ പണ്ടൊരു പ്രയോഗം നടത്തിയില്ലയോ? ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗമെന്നിങ്ങനെ ആമ്രാടി തങ്കലർ നീടുന്ന ചാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നന്നല്ല ദേഹം. പണ്ട് പഠിച്ചതാ, രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ചില വരികളാ. അത് സ്കൂളിലും പഠിച്ചതാ. ലക്ഷ്മണോപദേശം പിള്ളേർ പഠിച്ചതാ. ഒച്ചയെ പഠിച്ചതല്ലയോ? അവൾ വർത്താനം പറയാ. ലക്ഷ്മണോപദേശം പഠിച്ചോ? ഓ, പഠിച്ചില്ലേ മോളെ? ഇല്ലേ? ആരും പഠിച്ചില്ലേ? മോള് പഠിച്ചില്ലയോ? അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ ഉപദേശം കൊടുക്കുക. വനവാസത്തിന് പോകുമ്പോഴേ അല്പം പ്രശ്നമുണ്ടായി. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയാം, കോപിക്കരുത്, ശാന്തനാകും, സൗമ്യനാകും. നല്ല വരികൾ. അവത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം പിടിഞ്ഞ് എന്നോട് വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാന്ന് ആർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും കേൾക്ക നീ. ദൃശ്യമായുള്ള ഒരു രാജ്യതേകാധികം വിശ്വവും നിശേഷധാന്യതനാധികം. പണ്ട് പഠിച്ചതാ. അതിനകത്തുള്ളതാ ചക്ഷുശ്രവണകളസ്തമാൻ ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേരസ. ചക്ഷുശ്രവണ ഗളസ്തമാൻ ദർദുരം. ചക്ഷുശ്രവണൻ അറിയാമല്ലോ, പാമ്പ്. ഗളസ്തമാൻ ദർദുരം, ഗളം കഴുത്ത്, തൊണ്ട. ദർദുരം തവള. പാമ്പ് തവളെ പിടിച്ചു, ഏറി പിടിച്ച് ഒരു കരച്ചിൽ കഴിഞ്ഞപ്പം തവളയുടെ രണ്ട് കാലും പള്ളയുടെ അവിടം വരെ പാമ്പിൻ്റെ വായി അകത്തായി. പിന്നെ കുഞ്ഞങ്കൈ രണ്ടും ആ കുഞ്ഞിത്തലയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി വിട്ടിൽ പോകുമ്പം പകുതി മറ്റവൻ്റെ വായിക്കാത്ത. എന്നാലും അതല്ലേ ഇപ്പം കണ്ടുവരുന്നത്. തീരാറായി, നീ എന്നാലും പിന്നെ മിന്ദിനെ കയറി പിടിക്കുക. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോക. കാലമാകുന്ന അഹി, പാമ്പ് കാലമാകുന്ന അഹിയുടെ വാകിൽപ്പെട്ട് ഈ ലോകം മുഴുവൻ ആലോല ചേതസ ഭോഗം തേടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി പറയുക, ആമൻ ഇതിന് മുമ്പ് ആമൻ നീ രക്ഷ കരസ്ഥമാക്കണം. ദൈവത്തിന് മഹത്വം. അതിനായി യോഗം 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണം. നിന്നെ ഇന്ന് രാത്രി രക്ഷിക്കും. അതിനിടയ്ക്ക് എങ്ങും ആരും കയറി നിൽക്കുകയും വേണ്ട. അല്ലേ? ചാനോട് പറഞ്ഞേച്ച് പുള്ളി പറയാം, നേരിട്ട് ഡയറക്റ്റാ. ഇടയ്ക്കൊന്നും ആരും വന്ന് നിൽക്കണ്ട. യോസേപ്പിൻ്റെ വീട്ടിലെ ചേട്ടന്മാരെല്ലാം ചെന്ന്, നിങ്ങൾ ഓരോ സമയം യോസേപ്പിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാം മുറ്റത്ത് ഇങ്ങനെ പമ്മി നിൽക്കുക. യോസേപ്പ് സമയത്ത് വീട്ടിലോട്ട് വന്ന് പുള്ളി അകത്തോട്ട് കയറി ഉടനെ ഈ ചേട്ടന്മാർ ഞാൻ അവിടെ നിന്നൊരുത്തനോട് പറഞ്ഞ്, കൊച്ചേട്ടാ പുള്ളിയോടൊന്ന് പറഞ്ഞേക്കണം ഞങ്ങൾ. അതിനെ പുള്ളി പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടി ഇവിടെ ഇല്ല, ഡയറക്റ്റ് കയറി പറഞ്ഞോളാൻ പറഞ്ഞു. ഓരോരുത്തരും ഇടയ്ക്ക് വേണ്ട. നിനക്ക് ദൈവത്തോട് പറയാമല്ലോ, നിന്നെ സൃഷ്ടിച്ചത് ദൈവമല്ലേ, നിന്റെ മേൽ കർത്തൃത്വമുള്ളവൻ ദൈവമാ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്റെ ജീവന് മറുപടിയായി കൊടുത്ത നസറായനാകുന്നു യേശു ക്രിസ്തു. ആ യേശുവിനോട് കാര്യം പറ. പാടാൻ വയ്യെങ്കിലും കുഞ്ഞോളമാമയാ പഠിപ്പിച്ചത് ആ പാട്ട്. അവിടെ ഇരിപ്പോണ്ട് ഞാൻ കണ്ട്. നല്ല പാട്ടിന് നല്ല വരിക. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ചേർന്ന് പാടറിയാവുന്നവർ. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്ത് നല്ലോർ സഖി യേശു, ദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി എല്ലാ കാര്യവും നിന്റെ കർത്താവിനോട് പറ. കർത്താവ് നിന്നെ രക്ഷിക്കും. ആട്ടെ, ഞാനിങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യം പറഞ്ഞു പോകും. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യം പറയാം. സമയം എന്തുവായി? 9:15. എപ്പോഴാണ് നിർത്തണ്ടേ?
ഏനാ സാബു എപ്പം നിർത്തണമെന്ന് ഏന ഉറങ്ങുകയെന്നോ? ആട്ടെ നോക്കാം. മറ്റൊരു തള്ള പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇന്ന് രാത്രി ആ സുവിശേഷ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റി ഓർപ്പിച്ചല്ലോ. ഒന്ന്, ഈ സുവിശേഷം രക്ഷിക്കുന്നതാണ്. 2, സുവിശേഷം സമാധാനമാണ്. 3, സുവിശേഷം മരണം നീക്കി ജയം തരുന്നതാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. മോളെ ഒന്ന് വായിച്ചങ്ങ് വിട്ടേര്, അതിനെ നേരെ ഉള്ളു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1:10 പെട്ടെന്ന് വായിച്ചു. ഇപ്പോൾ മരണം നീങ്ങുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും. മതി, ഇത്രയും വെളിപ്പെടുത്തിയാ മതി. അപ്പൊ ശ്രദ്ധിച്ചേ, മരണം നീങ്ങുകയും ജീവൻ വെളിപ്പെടുത്തുന്നത് ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിത്യമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. എന്തുവാ നിത്യമരണം? തീപ്പൊയ്ക. ആ തീപ്പൊയ്ക 2-ാം മരണമാ. എന്തുവാ തീപ്പൊയ്ക? തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ, പൊയ്ക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ടും. തീപ്പൊയ്ക എന്നുള്ളതാ വിഷയം. അമ്പിപ്പൊയ്ക എന്ന് പറഞ്ഞൊരു സ്ഥലം കൊല്ലത്തുണ്ട്, നമ്മുടെ ബേച്ചാന്റെ അമ്പിപ്പൊയ്ക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തീപ്പൊയ്ക അതിങ്ങനെ രാവും പകലും അത് കത്തിക്കൊണ്ടിരിക്കുക. അല്ല വല്ലപ്പോഴും വന്ന് കത്തിയച്ച് കെടുകല്ല. ബേച്ചനൊക്കെ കത്തുന്ന സമയത്ത് ആടി കരക്കോട്ട് എന്നും കത്തിക്കൊണ്ടിരിക്കുക പകൽ. അവിടെ ദണ്ണനം, ഗന്ധകം, അയ്യോ പല്ലുകടി, എന്തെല്ലാം വൈതരണികളാ. അതാ എടുത്തച്ഛൻ പറഞ്ഞത്, വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും. തൃഷ്ണ ആഗ്രഹം കൊണ്ടാ വൈതരണിക്കകത്ത് പോകുന്നത്. വൈതരണി, ഈ നരകങ്ങൾ പലതുണ്ടെന്ന്. അതാമിശ്രം, അന്തതാമിശ്രം, വൈതരണി, കുംഭീഭാഗം, ഭൂയോദകം, അസിപത്രം, വൈതരണി, ഇതെല്ലാം നരകങ്ങളാ. ഓരോരോ നരകമാണ്. ഞങ്ങളുടെ അടുത്തൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ ഇച്ചിരി പ്രശ്നക്കാരി ആയതുകൊണ്ട് അമ്മയെ വിളിക്കുന്നത് വൈതരണി പെണ്ണമ്മ എന്നാ. വൈതരണി പെണ്ണമ്മ എന്നാ പേര്. പക്ഷെ വൈതരണി പെണ്ണമ്മ വരുന്നെന്നാ പറയുന്നത്. അതൊരു നരകമാ. അപ്പൊ ആ നരകത്തിനകത്ത് പെടാതിരിക്കാൻ, നിത്യാക്കിതിൽ പോകാതിരിക്കാൻ ആ സുവിശേഷം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും ഏത് പുള്ളിയെയും, അത് പകലോമറ്റമാന്നേലും ചങ്ങരപുരി ആന്നേലും കാളികാവാന്നേലും പാടത്ത് മാപ്പിള തറയിലയാന്നേലും കൊള്ളാം, കുന്നേലയാന്നേലും കൊള്ളാം, പള്ളിക്കുന്നേലയാന്നേലും കൊള്ളാം, പള്ളിച്ചിറയാന്നേലും കൊള്ളാം, പിള്ളച്ചിറയാന്നേലും കൊള്ളാം. ഇവിടുത്തെ 2 കൂടി ഇരിക്കട്ടെ. വാണികപ്പുരക്കലാന്നേലും കൊള്ളാം, കിഴക്കാവെട്ടിയാന്നേലും കൊള്ളാം, വെട്ടിയാന്നേലും കൊള്ളാം, ഏത് വലിയ പുള്ളിയാന്നേലും ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ തീപ്പൊയ്കക്കകത്ത് വീടും. ജീവപുസ്തകത്തിൽ പേരെഴുതാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ദൈവം നിനക്ക് അതിന് നല്ല അവസരം തരിക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. വെളുത്ത തുണി തന്നെ ഉടുത്തോണ്ട് വരണമെന്നില്ല, കറുത്തത് തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമില്ല, ചുമന്നത് തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമില്ല, മഞ്ഞ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, കാവി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്തേലും വേണം. നിന്റെ സാഹചര്യം കൊണ്ടാ നിനക്ക് കറുത്തതോ വെളുത്തതോ ചുമപ്പോ മഞ്ഞോ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇതൊന്നും ദൈവത്തിന് ആവശ്യമല്ല. ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ട് കൊടുക്കണ്ട. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിടി കൊടുക്കണ്ട, ഏത്തക്കൊല കൊടുക്കണ്ട, പൂവം വേണ്ട, പഴം വേണ്ട, കോഴി വേണ്ട, താറാവ് വേണ്ട, ഒന്നും വേണ്ട. ഈയിടെ ഞങ്ങൾ പോയപ്പോൾ ഒരുത്തൻ 2 കോഴിയായിട്ട് പോയി. ഞാൻ ചോദിച്ചങ്ങോട്ട്, ദൈവത്തിനാണ്. ദൈവത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ മുട്ടയ്ക്ക് ആവശ്യമുണ്ട്. എന്നതാടാ ചുമ്മാ പൊട്ടത്തരമെല്ലാം. ദൈവത്തിന് വിശന്നാ നിന്നോട് പറയുവോ? 1000 കാട്ടുജന്തുക്കളെയും ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയവനാ ദൈവം. ഉണ്ടാകട്ടെ, അന്നേരം ഉണ്ടായി. മന്നവൻ വാക്ക് മൂലമന്ന് വനവിടവിൽ വർണ്ണചോദീർഗണങ്ങൾ നിന്നു. ആകാശത്തപ്പ ഭിന്നവൻ നമുക്കൂടൻ തന്നു. പൂജര കേജര പക്ഷികളൊക്കെയുമായി
തന്നെയും അല്ല തോയ ജനങ്ങളും അപ്പൊഴുതയുടനായി നേരെ മറിച്ചു നായകനേകിയ നല്ലകൾ നിലയായി തന്നെയും അല്ല തൃണങ്ങൾ പല വൃക്ഷങ്ങൾ വിത്തുണ്ടാകും മറ്റിനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചവന് വെള്ളങ്ങളിൽ നീരിൽ വസിക്കാൻ പരമേശൻ വെള്ളങ്ങളിൽ നീരിൽ വസിക്കാൻ. വനങ്ങളപ്പം എന്താണ് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായ തീരവാരം കൂടുതൽ ഒത്തു വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന് ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. ഇന്ന് രാത്രി പറ, കർത്താവേ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. യേശു നിന്നെ രക്ഷിക്കും. 1 രൂപ പോലും കൊടുക്കണ്ട, 5 പൈസ കൊടുക്കണ്ട. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. അങ്ങനെയുള്ള സുവിശേഷം ഇത് മരണത്തെ മാറ്റി ജീവൻ തരുന്നതാ സുവിശേഷം. എന്താ സുവിശേഷം? 1 രക്ഷ തരുന്നതാ, 2 സമാധാനമാ, 3 മരണം മാറ്റി നിനക്ക് ജീവൻ തരുന്നതാ സുവിശേഷം. ആ സുവിശേഷ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്, യോഹന്നാന്റെ സുവിശേഷം. എന്താ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത? യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം അങ്ങോട്ട് തെളിയിക്കുക. ദൈവത്തിന് യേശുക്രിസ്തു ദൈവം അല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തർക്കിക്കാനൊന്നും ഇപ്പം നേരമില്ല, തർക്കിക്കാൻ വന്നാൽ എന്നെ കിട്ടുകയില്ല. പക്ഷെ ഒരു കാര്യം പറയുക, പൗലോസ് പറയുക, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു അവിടുന്ന് ദൈവമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് ഓരോ അധ്യായത്തിലും തെളിയിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. യോഹന്നാൻ 2 കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവനെ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ അവൻ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകിയ ദൈവം. 11, 12 അധ്യായത്തിൽ ഇങ്ങനെ പറയാ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഓടിച്ചവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11, 12 അധ്യായം ചേർത്ത് പഠിച്ചാൽ കർത്താവ് സ്നേഹിച്ചൊരു ഭവനം, ആ ബെഥാനിയിലെ മാർത്തയുടെ, മറിയയുടെ, ലാസറിന്റെ ഭവനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം. ഇവിടെ ചിലരുടെ പേരുകളുണ്ട്, മാർത്ത, മറിയ, പിന്നെ ആങ്ങള ലാസർ. അപ്പനെ അമ്മയെ പറ്റി വലിയ പരാമർശമില്ല. അപ്പനെ പറ്റി ചിലർ പറയുന്നത് ഷിമോനാന്ന, ഷിമോൻ. അമ്മയെപ്പറ്റി ഒന്നും പറയുന്നില്ല, അത് നന്നായി. ഇല്ല പിന്നെ ആ തള്ളയും പിടിച്ച് പ്രശ്നമാക്കിയാനും. ദൈവത്തിന് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ് ബെഥാനിയിലെ ഭവനം, മാർത്തയുടെ, മറിയയുടെ ഭവനം. യേശു ഈ ഭവനത്തിൽ പലപ്പോഴും വരികയും വിശ്രമിക്കുകയും ഈ മാന്യ സഹോദരിമാര് യേശുവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അല്ലാതെ യേശു മാർത്തയുള്ള വീടാ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, മാർത്തയെ ഒഴിച്ചു തരിക എന്നെ ഞാൻ വരാം, അങ്ങനൊന്നുമില്ല. മാർത്തയുണ്ട്, മറിയുണ്ട്, ലാസറും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കർത്താവിന് ഇതൊക്കെയാണ് ഇഷ്ടം. അല്ല ഒറ്റപ്പൂരാടം കളിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ആരുമായിട്ടൊരു ബന്ധവും എന്നെ എങ്ങനെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുക. എത്ര നാളായി? യേശുക്രിസ്തുവിന് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കാനാണ് ഇഷ്ടം. പുറപ്പാട് പുസ്തകം അങ്ങനെയാണല്ലോ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. നടുവിൽ അല്ല, കിഴക്കല്ല, പടിഞ്ഞാറുമല്ല. ചിലരോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചാൽ പ്രാർത്ഥിച്ചാട്ടെ. എടാ നീ എങ്ങോട്ട് നോക്കിയാൽ എന്നാ, നീ കർത്താവിനെ നോക്കേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേ. നിന്നെ രക്ഷിക്കും യേശു, യേശു രക്ഷിക്കുമെന്ന്. അത് നമുക്ക് ഓടിച്ചു പോകാം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാ. അപ്പൊ ഈ 11-ാം അധ്യായത്തിൽ യേശു സ്നേഹിച്ച ഭവനം അധികം വിവരിക്കുന്നില്ല. ഈ ഭവനത്തിലെ സഹോദരൻ ലാസർ എന്തിനേറെ പലപ്പോഴും ഇവിടെ വന്ന് പാർക്കുകയും ശുശ്രൂഷകൾ അനുഭവിക്കുകയും ചെയ്തു. ഒരിക്കൽ ലാസറിന് ദീനമായി, യേശു ചെന്നില്ല. ദീനം മൂർച്ഛിച്ചു, പോയില്ല. ദീനം വല്ലാതായി, ചുരുക്കി പറഞ്ഞാൽ ലാസർ മരിച്ചു, പോയില്ല.
യേശു പോയില്ലെന്ന് മാത്രമല്ല, ശിഷ്യന്മാരെയും വിട്ടില്ല. നമ്മളാണെങ്കിൽ പോയില്ലെങ്കിലും ആരെയാലും പറഞ്ഞു വിടും, ഞാൻ മാച്ചാ എനിക്ക് ഒക്കുന്നില്ല, അവിടം വരെ ഒന്ന് പോയി എൻ്റെ പെമ്പിളയുടെ എല്ലാ അനുശോചനം അങ്ങ് ഉടനെ വന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്നതിൻ്റെയും പിന്നെ ഇന്ന സംഘടനയുടെയും, നാളാണ് സംഘടന പറഞ്ഞ് മുഴുവൻ തെറ്റുക. എന്നാൽ മിണ്ടായിരിക്കണ്ടേ? വായിക്കൊള്ളുന്ന സംഘടനയല്ല ഇതെല്ലാം, ചുമ്മാ ആധാരം എഴുതുന്ന പോലെ നിന്ന് ആര് വായിക്കാൻ? പറഞ്ഞിട്ടൊന്നും ഒക്കുന്നുമില്ല. ഇതെല്ലാം ഒപ്പിക്കണ്ടേ? ഇങ്ങനെല്ലാം പറഞ്ഞ് ആകെ നാശമാക്കി. അപ്പൊ യേശു ഇങ്ങനൊന്നും ചെയ്തില്ല. എൻ്റെയും കൂടെ അനുശോചനം ഇപ്പോൾ ലൈവിലുണ്ട്. നമ്മളിവിടെ രാവിലെ ഒന്ന് മെനക്കെട്ടിരിക്കുക, അന്നേരം ലൈവിൽ അവിടുന്ന് നട്സും തിന്നോണ്ട കുഞ്ഞമാച്ചാനും ഞാനും ഒന്നിച്ച് ചൊരിക്കമ്പാറയെ പഠിച്ചതാണ്. ആലോചിക്കാം, നീ അങ്ങനെ അവിടെ എല്ലാം പഠിച്ചു? ചൊരിക്കമ്പാറയെ പഠിച്ചതാണ്. ചൊരിക്കമ്പാറ ഇവിടെ തൊട്ടടുത്താ അല്ലേ? നിങ്ങൾക്കറിയാൻ മേല, അറിയത്തില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു അനുശോചനത്തിനും ആരെയും വിട്ടില്ല. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാന്യ വരെ പോകാം. അപ്പൊ തോമാസ് പറഞ്ഞു, നമുക്കും പോയി ചാകാം. അത് പറയാൻ കാര്യം, ആ നാളുകളിൽ യേശുവിനെ കണ്ട യഹൂദന്മാർ കൊല്ലും. അതൊന്ന്. 2, തോമാച്ചൻ്റെ ഉള്ളിലെ ചിന്ത, ആ വീട്ടിൽ എത്ര പ്രാവശ്യം പോയി തിന്നുകയും കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത കൊച്ചന് അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് നമ്മളെ വിട്ടില്ല. എന്നാൽ ഇങ്ങേര് പോയില്ല, ബിസിയായി, നമ്മളെ ഒന്ന് വിടണ്ടേ? ഇനി അത് പോട്ടെ, മരിച്ച സമയത്തെങ്കിലും ഒന്ന് അതും വിട്ടില്ല. ഇപ്പം നാറ്റം അവിടെ 3-4 ദിവസമായി, അങ്ങോട്ട് പമ്മി പോവുക, സൂക്ഷം തട്ടുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് തോമാച്ചൻ പറഞ്ഞു, നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം. എന്തായാലും ഇവരെല്ലാം കൂടെ ബഥാന്യ വന്നു. അപ്പോൾ യേശു ബഥാന്യയിലോട്ട് വന്നപ്പോൾ മാർത്ത ഓടിച്ചെന്നേച്ച് പറയുന്ന സംഭാഷണ പരമ്പരയാണ് നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത്. ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പോൾ കർത്താവ് മാർത്തയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച കുറുവാക്യം 25 വായിര്. യേശു മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്തത്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്ത. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ഒരു നാളും മരിക്കത്തില്ല. മാർത്തയോട് യേശു പറയാ, മരിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് 2-3 കാര്യം പറയാ. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന ആർക്കും മരിക്കാൻ വലിയ താല്പര്യമുള്ളവരല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇപ്പൊ തന്നെ വാച്ച് നോക്കുന്നു, ബൈബിളിനെ സിപ്പിടുന്നു. മരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് അതിനാ മരുന്നെടുക്കുന്ന സമയമായി. അതൊക്കെ മരിക്കാൻ താല്പര്യം. അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ എന്തേലും വരട്ടെ, ഇവിടെ ഇരിക്കുക, ഇവിടെ വെച്ച് തീരുകാന്ന് എങ്ങനെ പോട്ടെ. ആർക്കും താല്പര്യമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, മരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാപ്പിളയും പെമ്പിളയും കൂടെ തെങ്ങണ മുതൽ പുല്ലുകാട്ട് വഴി ഇങ്ങനെ പോകുന്നുണ്ടല്ലേ വെളുപ്പിനെ. നല്ല ഒരു സ്ക്രാബും ഒക്കെ കെട്ടി അച്ചാൻ്റെ കയ്യിൽ ഒരു കുറുവടി, ഒരു ബർമുട ഇട്ട് അച്ചാൻ ഇങ്ങനെ വഴിയിറക്കി ഒരു പോക്കുണ്ട്. അതിന് മരിക്കാൻ താല്പര്യമില്ല. നമ്മൾ കേട്ടിട്ടൊരു പാട്ടുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക്. എഴുതിയ പുള്ളിയും മരിച്ചു, ഏറ്റുപാടിയൊരു മരിച്ചു, ഇപ്പൊ പാടുന്ന നീയും ചാവും. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം, മരിക്കും. മരണം നിശ്ചയമാ. വേറെ പുസ്തകത്തിലെ പ്രമാണം 2 മരണമാ പ്രധാനമായിട്ട്. അത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം, വിശദീകരിക്കാൻ നേരമില്ല. കർത്താവിനും മഹത്വം. 2 ജനിച്ചവൻ 1 മരിച്ചാൽ മതി. 2 ജനിച്ചവൻ 1 മരിച്ചാൽ മതി. എന്നാൽ 1 ജനിച്ചവൻ 2 മരിക്കണം. അതായി വേറെ പുസ്തകത്തിലെ പ്രമാണം. 1-ാമത്തെ ജനനം പുരുഷനും സ്ത്രീയും കുടുംബജീവിതം നയിച്ച് അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന തലമുറ, അങ്ങനെ ജനിക്കുന്നതാണ് 1-ാമത്തെ ജനനം. 2-ാമത്തെ ജനനം യോഹന്നാന്റെ സുവിശേഷം 3 വിസ്തരിക്കാൻ നേരമില്ല. അതിന് വേറെ പുസ്തകം കൊടുത്തിരിക്കുന്നത് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനപ്രകാരം അവൻ വീണ്ടും ജനിക്കുക. പാപസംബന്ധമായി മരിച്ച നമ്മൾ വീണ്ടും ജീവിക്കുക. അവൻ അത് വീണ്ടും ജനനം, 2-ാമത്തെ ജനനം. ഇങ്ങനെ 2 ജനിച്ച വ്യക്തിക്ക് 1 മരണമേ ഉള്ളൂ. എന്നാൽ 1 മാത്രം ജനിച്ച പുള്ളി 2 മരണം. 1 ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നൊരു മരണവും പിന്നെ നിത്യമരണവും. അതുകൊണ്ട് ഇന്ന് രാത്രി ആ 2 മരണത്തിൽ നീ എന്ന് പെടരുത്. 1 മരണത്തിന് ഓഹരിക്കാരാകണം. മരിക്കുമെന്നുള്ളത് വ്യവസ്ഥയാ, ദൈവം വെച്ച വ്യവസ്ഥയാ. ഒരിക്കൽ മരിക്കുകയും അത് ദൈവം വെച്ചതാ. മരിക്കണം, മരിച്ചില്ലേ പ്രശ്നമാ.
ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെല്ലാം കൂടെ മരിക്കാതെ വാഗ്ദാനത്തിരുന്ന അയ്യോ, പണ്ട് കാലം വരാത്തത് കൊണ്ട് ഒരെണ്ണം പോകുന്നില്ല. എന്ത് പ്രശ്നം? മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യമല്ല, കൊച്ചു കളിച്ചിരിക്കുന്നെന്ന്. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർ കൊണ്ട് കഞ്ഞിക്കും വകയില്ല, കഞ്ഞിക്ക് പോലും വകയില്ല, ജാകാതിരിക്കുക. അത് പ്രശ്നമാണ്. അത് ശാരീരിക മരണത്തെ കാണിക്കുന്നത്. എന്നാൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിച്ചിരിക്കാൻ നീ എന്ത് ചെയ്യണം? 1-2 കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. അതിനെ ഉള്ളു ഇന്നേ സമയം. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം പെട്ടെന്ന് വായിച്ചോ. ഉൽപ്പത്തി 42-ന്റെ പ്രാരംഭവാക്യം പെട്ടെന്ന്. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് നമുക്ക് ഒറ്റവാക്കി പറയാം, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. ഇത് ആത്മീകമായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഭാഗങ്ങളാ. ഇത് ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന പദമാ. നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നെന്താ? മിസ്രയീമിൽ ധാന്യമുണ്ട്, പോയി ചെന്ന് ധാന്യം കൊള്ളുക. അതിനാ നമ്മൾ മരിക്കാതിരിക്കാൻ. എൻ്റെ പ്രിയരെ, തമ്മിൽ ആലോക്യം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും അക്രമം കാണിക്കാനുള്ള സമയമല്ലിത്. അന്യോന്യം കലകിക്കാനും കേസ് കൊടുക്കാനും ബുക്കാറുണ്ടാക്കാനുള്ള സമയമല്ലിത്. ഇത് നല്ല സമയം ദൈവം നിനക്ക് തന്നിരിക്കുക. ഈ സമയം അന്യോന്യം പഴിചാരാതെ വേദപുസ്തകം പഠിപ്പിക്കുക. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്താ കാര്യം? നീ മരിക്കാതിരിക്കും. എന്തുവാ ഈ മിസ്രയീമിൽ ധാന്യം കൊള്ളണമെന്ന് പറയാനുള്ള ആത്മീക അർത്ഥം? വെളിപ്പാട് പുസ്തകം 11-8 വായിച്ചേ. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയുന്നതിന്റെ ഒരാത്മീക വശം. വെളിപ്പാട് പുസ്തകം 11-8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2 സാക്ഷികൾ അവിടുത്തെ പ്രധാന വിഷയം. മോശയും ഏലിയാവും ഹാനോക്കുമാന്നും ഒക്കെ തർക്കമുള്ളതാണ്. നമ്മൾ തർക്കമോടെ നിൽക്കട്ടെ. 2 സാക്ഷികൾ. ഈ 2 സാക്ഷികൾ ശുശ്രൂഷ തികച്ച് ഒടുവിൽ ഇവർ മരിക്കും. ഇവരുടെ ശവം സകല ആൾക്കാരും കാണും. ആ വിധമൊന്നും പറയാൻ ഇപ്പൊ തുനിയുന്നില്ല. ഇങ്ങനെ കാണും. അപ്പൊ ഇവരെ പറ്റി പറയുന്നതാ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ അപ്പൊ അതിലൊരു പദമെടുത്ത്, ആത്മീകമായി മിസ്രയീമെന്ന് പേരുള്ള നഗരം. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള നഗരം. എന്താ ഈ നഗരത്തിന്റെ വിശേഷത? അതിന്റെ മുകളിൽ വായിച്ചല്ലോ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒറ്റവാക്കി പറയാ, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞതിന്റെ ആത്മീക അർത്ഥം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി അതിന് ദൈവം നിനക്ക് നല്ല അവസരം തരിക. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സഭയുടെ സംഘടനയുടെ ആളല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിത, നിത്യമരണത്തിൽ തീപ്പൊയ്ക്കകത്ത് ഗന്ധകം കത്തുന്ന പൊയ്കയ്ക്കകത്ത് പെടാതിരിക്കാൻ ചെയ്യാൻ ഒറ്റ കാര്യം ഓർപ്പിക്കട്ടെ. ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി അതിന് ദൈവം നിനക്ക് അവസരം തരിക. വിശദീകരിക്കുന്നില്ല, അങ്ങ് നിർത്തുക. ഓടിച്ചോടിച്ച് നിർത്തുക. 2, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ചേ, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20. പെട്ടെന്ന് വായിച്ചു. പുറപ്പാട് 30:20. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് എന്ന് പറഞ്ഞ് നാടൻ ഭാഷ പറഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ പരിപാടിയുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നീ മരിക്കാതിരിക്കാൻ. ഇതിനകത്തോട്ട് കിടക്കുകയോ പോകുകയോ ഒക്കെ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കാൻ, ജീവിച്ചിരിക്കാൻ വെള്ളം കൊണ്ട്
നിങ്ങൾ വേദപുസ്തകം മൊത്തം പഠിച്ച് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ച എത്രയെത്ര സംഭവങ്ങളാണ്. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ നോഹയുടെ കാലത്ത് അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചെന്ന. പുറത്ത് വെള്ളപ്പൊക്കം, അകത്ത് രക്ഷ. ഗോപേർ മരം കൊണ്ട് പെട്ടകം, സർജരസ ചാന്തുകൊണ്ട് കീലുവൊക്കെ തേച്ചെന്ന. ഒറ്റവാതില് 3 തട്ട്, ഒരു കോഷ്ടം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജാതിയിൽ 8 പേരെ ഇതിനകത്ത് കയറിയുള്ളൂ. ഞാൻ എല്ലായിടത്തും പറയും 8 പേരകത്ത് കയറി. നോഹയുടെ ഭാര്യയും 3 ആമ്പിള്ളേരും അവരുടെ പുത്രിമാരും ഭാര്യമാരും, അങ്ങനെ 8 പേര്. പത്രോസ് എടുത്ത് പറഞ്ഞു, ആ പെട്ടകത്തിൽ അല്പജനം 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറിയാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ, നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ തങ്കമ്മേ സ്നാനപ്പെടണം. ഞാൻ പെട്ടതാ എന്ന് അത് പെട്ടു. നീ വെള്ളത്തിൽ, ഇത് ഞാൻ ഒരു സഭയുടെ ആളല്ല. യാക്കോബ, മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, DMS, എന്തിക്കോസ്, വെതറ്, പിന്നെ ഏതാ അല്ല തള്ള പറഞ്ഞ സാൽവേഷൻ ആർമി. ഞാനേ എൻ്റെ അമ്മയ്ക്ക് 2ാമത്തെ പ്രസവത്തിൽ ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 ആൺകുട്ടി ഒരു മാംസക്കഷണമായിരുന്നെന്ന. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു 4-5 മാസം വയറ്റിലായതിനു ശേഷം അമ്മ കിടന്നുറങ്ങിയിട്ടില്ല, ഇരുന്നാ ഉറങ്ങുന്ന. വയറുമുണ്ട്. 3 ആൺകുട്ടികൾ ഒരു മാംസക്കഷണവാ. സഹോദരിമാർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാകും. അങ്ങനെ പ്രസവ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് നേരിട്ട് എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ഇറ്റത്താനത്താ, ഒറ്റപ്പിളാമൂട്ടിലെയാണ്. വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ വാകത്താനത്ത് വെക്കൊണ്ട് കുഞ്ഞാനയൊക്കെ വേറെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒറ്റപ്പിളാമൂട്ടിലെ എൻ്റെ അമ്മ, കുഞ്ഞുമൻചാൻ്റെ അമ്മ നടപ്പുറത്തെയാണ്, വേറൊരമ്മയുണ്ട് ഉന്നേലമ്മ. അപ്പം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രസവ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് നേരിട്ടു. പറഞ്ഞു കേട്ടുള്ള അറിവാ. ആദ്യം ഒരു കാലാ പറന്നത്. ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം ഒന്നുമില്ല. എൻ്റെ അമ്മാച്ചനെ കരുണാകരനെ പറഞ്ഞുള്ള അറിവാന്നേ എടുത്ത് തോളയിലിട്ട് വണ്ടിയോ വള്ളം വല്ലതും ഉണ്ടോ. അപ്പം അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാ പിന്നീട് കാലി എന്നടിക്കുകയായിരുന്നെന്ന്. എങ്ങനെയോ ആശുപത്രി കൊണ്ടുപോയി അന്നത്തെ കാലത്ത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തുമില്ലേ പിള്ളേർ പോവും. അപ്പം എൻ്റെ വല്യമ്മച്ചി, അമ്മയുടെ അമ്മ, അമ്മച്ചിയുടെ പേര് കല്യാണിയമ്മ എന്നാ, പിന്നെ കാളിക്കൊച്ച എന്നാ എല്ലാവരും വിളിക്കുന്നത്. മറ്റേ അല്ല, ഇത് വേറെ. പുള്ളിക്കൊരു ചിരി, അത് വേറെ. പുള്ളിക്കാരി വലിയ മിടുക്കിയാ. അപ്പം വല്യമ്മച്ചി ഡോക്ടറോട് കയറി പറഞ്ഞു, കൊച്ചുങ്ങളെല്ലാം ചത്തോട്ട് എൻ്റെ പെണ്ണിനെ തരാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് ഒറ്റ മോളെയുള്ള എൻ്റെ അമ്മ. വല്യമ്മച്ചിക്ക് 5 ആൺപിള്ളേരുണ്ടായിരുന്നു, 5ഉം മരിച്ചു. പിന്നെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതാ അമ്മ കയറിയേറ്റത്. വല്യമ്മച്ചി പറഞ്ഞു, കൊച്ചുങ്ങളെല്ലാം ചത്തോട്ട് എൻ്റെ പെണ്ണിനെ രക്ഷപ്പെടുത്തണമെന്ന്. ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ അന്നത്തെ ചികിത്സാ സമ്പ്രദായം, അമ്മയുടെ ഭാഷയാകട്ടെ, എനിക്കതിൻ്റെ ശാസ്ത്രീയ വശം എന്താ കറണ്ട് അടിച്ചെന്നൊക്കെയായി പറയുന്നത്. അങ്ങനെ പ്രസവിപ്പിച്ചെന്ന 3 ആൺകുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി ചത്തുപോയെന്ന് 3. ഒരു മാംസക്കഷണവും. അമ്മയെ ശ്രദ്ധിച്ചെല്ലാവരും. ഇതെല്ലാം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. വെളുപ്പിന് ഈ കുഞ്ഞുങ്ങളെ 3ഉം പൊതിഞ്ഞ്, ഈ മാംസക്കഷണവും പൊതിഞ്ഞ് വീട്ടിൽ മറവ് ചെയ്യാൻ ഒരു സിസ്റ്റർ വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു കൊച്ചിൻ്റെ കാലൊന്ന് അനങ്ങിയെന്ന്. ഉടനെ ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ ജീവനുണ്ട്, നീ തോന്നിയതാ കൊടുത്തേക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ട ക്രിയകൾ ചെയ്യുക. ഇവർ വീണ്ടും വന്ന് നോക്കിയപ്പോൾ കൊച്ചു പിന്നെയും കാല് പറപ്പിച്ചു. അവർ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ കാണിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ കൊച്ച് രക്ഷപ്പെട്ടു. പണ്ടൊരമ്മ എന്നോട് ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുണ്ട്. അതാ ദൈവം പ്രവർത്തിക്കും. മോൻ്റെ വീട് എവിടെയാന്ന് അതാ അമ്മയ്ക്കറിയാം.
അല്ല, ഈ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങിപ്പോയത്, അതാ വിഷയമായത്. അപ്പൊ അങ്ങനെ ജനനത്തിൽ വെച്ച് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അത്ഭുതകരമായിട്ടാ രക്ഷപ്പെട്ട്. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും, മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും, ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നത് കണ്ടു വീണ നരുമനാഥനെ, അൻപിതോ യേശുനായക, അൻപിതോ ഏഴക്കായി നിൻ ജീവനേ, ആമേ, അൻപിതോ യേശുനായക, അൻപിതോ ഏഴക്കായി നിൻ ജീവനേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്ന് രണ്ട് സാക്ഷി പറഞ്ഞേച്ചങ്ങ് നിർത്താം. ഉള്ളവർക്കൊന്ന് ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ നടക്കുകയായിരുന്നെന്നാണ്. അപ്പൊ അങ്ങനെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ അന്നത്തെ ഹൈന്ദവ വിശ്വാസമായതുകൊണ്ട് അന്നത്തെ വിശ്വാസം അനുസരിച്ചാണ് എന്നെ വളർത്തിയത്. 6 മാസമാകുമ്പോൾ ചോറ് കൂട്ടുന്ന ഒരു ചടങ്ങുണ്ട്. എന്നെ ചോറ് കൂട്ടിച്ചത് അവിടെ തിരുവമ്മണ്ടൂർ ക്ഷേത്രത്തിലാണ്, ശ്രീകൃഷ്ണ ക്ഷേത്രം. എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനുമൊക്കെ കൂടി അവിടെ കൊണ്ടുപോയി. കാരണം വല്യമ്മച്ചിക്ക് 5 ആൺപിള്ളേരുണ്ട്, മരിച്ചില്ലേ. പിന്നെ ഞാൻ മാത്രമല്ലേ ആന്തരി. വല്യമ്മയോട് ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുകൂട്ടി. മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ആവോളം പോകുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഹരിപ്പാട്ടും മണ്ണാറശാലയൊക്കെ മിക്കപ്പോഴും പോകും. അങ്ങനെ വളരെ ഭക്തിയിലാണ് ഞാൻ വളർന്നത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ വീട്ടും ക്ഷേത്ര ദർശനം നടത്തും. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല. സുഖമില്ലാതിരുന്ന ചില ദിവസങ്ങൾ ഒഴിച്ച് ഓർമ്മയായ സമയം മുതൽ രക്ഷിക്കപ്പെട്ട അന്ന് വരെ ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല. തന്നെയല്ല, ഞാൻ വീട്ടിൽ എന്ന് നാമവും ജപിക്കും. എല്ലാവരും ഒരു തുളസിത്തറയുണ്ട്, വിളക്ക് കൊടുത്ത് വെച്ച് ഞാൻ നാമം ജപിക്കും. ഞാൻ നാമം ജപിക്കും. എൻ്റെ ഇളയ പെങ്ങൾ വന്നിട്ടുണ്ട്, ഷീന, അന്നവൾ കുഞ്ഞ, ഞങ്ങളെല്ലാവരും നാമം ജപിക്കും. ഒക്കെ ഒടുവിൽ കാണിക്കാം എന്ന് നോക്കിയാൽ ഒന്നും കാണുകയില്ല. പൊതുപ്രദർശനമൊക്കെ യോഗം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയാലൊന്നും കാണുകയില്ല. കാണാനുള്ളതില്ല, അല്ല ഇച്ചിരി നീളക്കുറവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ക്ഷേത്ര ദർശനം. ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും പോവും. നിർമ്മാല്യ ദർശനത്തിനും രാവിലത്തെ പൂജയ്ക്കും. എല്ലാ ഞായറാഴ്ചയും ചിലപ്പം മങ്കമ്പി ക്ഷേത്രത്തിലും പോകും. 6-നക്കര ഒരു ക്ഷേത്രമുണ്ട്, പള്ളിയിറക്കാവ്, അവിടെ എല്ലാ ഞായറാഴ്ചയും. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസം എല്ലാ ദിവസവും കയറും. വളരെ ഭക്തിയോടാണ് ഞാൻ ജീവിച്ചത്. ഞങ്ങളുടെ അടുത്ത് മരണമോ മറ്റ് ചടങ്ങുണ്ടായാൽ നാമം ജപിക്കാനൊക്കെ എല്ലാ വീടുകളിലും ഞാൻ പോകും. അതൊക്കെ ഏറെക്കുറെ കാണാതെ അറിയാം. ഞങ്ങളുടെ അമ്മയുടെ അപ്പം മരിച്ച സമയത്ത് ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവർ നാമം ജപിച്ച് തെറ്റി. പിന്നെ ഞാൻ തിരുത്തി കൊടുത്തത് അങ്ങനല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു. അന്നേരം വേറെ പറഞ്ഞു, എനിക്ക് ഇതെല്ലാം അറിയാവുന്നു. ഞങ്ങളുടെ അമ്മായി പറഞ്ഞെല്ലാം കഴിഞ്ഞ വെച്ചാൽ പുള്ളി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നാലാവും വിധം വളരെ ഭക്തിയോടാണ് ജീവിച്ചത്. മാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെടാൻ കാരണം സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ഞാൻ പലയിടത്തും പറയാത്തൊരു സാക്ഷ്യവും കൂടെ അങ്ങ് പറയാം. ഇതെല്ലാം പറഞ്ഞാൽ എന്തിനാ? ഈ കുഞ്ഞുവാനച്ചായൻ്റെ പെങ്ങള് സാറാമ്മ, അവർക്ക് 3500 നിലമുണ്ട്, കൃഷി. അപ്പോൾ ഒരിക്കൽ ഞാനും അമ്മയെല്ലാം കൂടെ കൊയ്യാൻ പോയി. ഞാനും പോയി. എനിക്ക് കൊയ്യാനൊക്കെ അറിയാം. കൊയ്യാൻ മാത്രമാണോ ഉള്ള. അപ്പം അങ്ങനെ പോയ സമയത്ത് ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല, ഒരു പ്രത്യേക പ്രയാസം ഉണ്ടായി. കൊയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ ഇടഞ്ഞ് നാടൻ ഭാഷയിൽ പറഞ്ഞാണ് അരുവായൊക്കെ എടുത്ത് വീശി. അവിടെ നിന്നവരെല്ലാം പേടിച്ച് പിന്നെ എൻ്റെ എങ്ങനെയോ എൻ്റെ കമ്പിനടിച്ചെങ്ങാണ്ട് താഴെ ഇട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടി. അരുവാൾ കയ്യിലിരിക്കുകയല്ലോ, അന്ന് അരിയുകയും ചെയ്യും. കൂട്ടിക്കെട്ടി വലിയ കെട്ടുവെള്ളത്തിനകത്ത് എന്നെ എടുത്തിട്ട് ഇവരെല്ലാം പേടിച്ചു പോയി. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു, രക്ഷയില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ്, രക്ഷയില്ല. അന്നത്തെ സാഹചര്യം അനുസരിച്ച് പല ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തി, രക്ഷപ്പെട്ടില്ല. പ്രശ്നമാണ്.
അന്നത്തെ വിശ്വാസം അനുസരിച്ചും പല കാര്യം ചെയ്തു, ഒരു വിടുതലും നടന്നില്ല. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുമല്ലോ. സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ ഷർട്ട് ഒന്ന് വിടുകയല്ല, ഇതുപോലെ ഒരു 2 മുണ്ടുണ്ട്, അത് വിടും, മുണ്ട് കൊടുക്കും. കളഭക്കുറിയുണ്ട്. ഞാൻ കളഭക്കുറിയൊക്കെ അതിൻ്റെയൊക്കെ ചില ക്രമങ്ങളുണ്ട്. തൂരുതിലകൽ ലാഢപലകം വക്ഷസ്ഥലേ കൗസ്തുഭം, അങ്ങനെയൊക്കെ ചില പ്രയോഗമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതെല്ലാം ആയിട്ട് പ്രസാദമൊക്കെ ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ യോഗം. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ട സമയം, ചികിത്സകൾ ചെയ്തു ഭേദമില്ല. അന്നത്തെ വിശ്വാസമനുസരിച്ചും പല കാര്യം ചെയ്തു, വിടുതൽ കിട്ടുന്നില്ല. കയ്യിൽ പ്രസാദമുണ്ട്, കളവക്കുറിയുണ്ട്. അപ്പൊ ദൂരെ നിന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുമായിരിക്കും. ആരോടും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്ന പയ്യനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അങ്ങോട്ട് ചെന്ന് പറയാൻ അവൻ ചെന്ന് പറഞ്ഞു. അവിടെയുള്ള ദൈവദാസന്മാർ സാധുക്കളാ, ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിച്ചു, മുന്നോട്ട് വിളിച്ചു. അറച്ചും മടിച്ചുമൊക്കെ. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലിയാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹം യൂണിയൻ തൊഴിലാളിയായിരുന്നു. CIT ഉണ്ട്, യൂണിയൻ തൊഴിലാളിയായിരുന്നു. ഏതാണ്ട് 50-55 വർഷത്തോളം. എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളെ ഉണ്ട്, ശാന്തമ്മയുടെ മോളെ കണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ടപ്പുറയാണ് കെട്ടിച്ചത്. എല്ലാം വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. മനു ഹലോ വരുമെന്ന് വന്നു. ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ടപ്പുറ കുളമാട്ടയാണ്. എൻ്റെ അപ്പൻ്റെ മൂത്ത ഒരു പെങ്ങളുണ്ട്, ശാന്തമ്മയ്ക്ക് 2 പിള്ളേരാണ്, അതിൽ മോളായവള് തൊട്ടപ്പുറ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അല്ലാതെ ഇതാരും മതം മാറ്റാനോ സഭ മാറ്റാനോ സംഘടന മാറ്റാനോ ഇന്നത് തരാന്ന് പറഞ്ഞൊന്നും വിളിച്ചതല്ല. യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, എന്നെ സൗഖ്യമാക്കി യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാനൊക്കത്തെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞവർക്കറിയാം, ഇന്ന് രാത്രി നസറിയം വന്നിട്ടുണ്ട്. നീ ഏത് രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയിൽ, മാറാരോഗമോ തീരാവ്യാധിയോ ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലമോ എന്തുമാകട്ടെ, സകല രോഗത്തിനും പരിഹാരം തരുവാൻ, സൗഖ്യം തരുവാൻ കഴിവുള്ള യേശു ക്രിസ്തു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. യേശു നിന്നെ രക്ഷിക്കും. മറ്റൊരു തലയിൽ രക്ഷയില്ല. ഞാനിങ്ങനെ നിന്നാ വെളുക്കുവോളം നിൽക്കും. നിങ്ങൾ ചിലർ ഇരിക്കുകയും ചെയ്യും, പിന്നെ പോകുമ്പോൾ പറയും അയാളുടെ തൊഴിലാതാന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് ഇരിക്കുകയല്ല, ഞാനങ്ങ് അടങ്ങുക. വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനം. എൻ്റെ പണ്ടച്ച സ്നാനം എന്നുള്ളത് ബെന്തിക്കോസുകാരുണ്ടാക്കിയതല്ല. ചില ആൾക്കാർ ധരിച്ചു നോക്കുന്ന ബെന്തിക്കോസ്, അത് പെന്തക്കോസ് എന്ന് പോലും പറയും. ബെന്തിക്കോസ് ആരാണ്? ബെന്തിക്കോസ് ആദ്യം പറയാൻ പഠിക്കുക. നാളെ കഴിഞ്ഞ് പെന്തക്കുസ്ത, പിന്നെ പിസ്താന്ന് കേട്ടിട്ടുണ്ട്. അത് കുസ്തായത് ആദ്യം നാക്ക് പഠിക്കണം, പിന്നെ ഇത് ഉച്ചരിച്ച് പഠിക്കണം. അതവിടെ നിൽക്കട്ടെ. വീഡിയോ എടുക്കുന്ന പുള്ളിക്ക് ഒരു ഊറിയ ചിരി അല്ലെ, കുസ്തായാന്നോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് പെന്തക്കോസുകാർ കണ്ടുപിടിച്ചതല്ല സ്നാനം. സർവജ്ഞനായ ദൈവം വേറെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാ. തന്റെ ദാസന്മാരെ കൊണ്ട് സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ, യേശുക്രിസ്തുവിനെ ധരിപ്പാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. നിനക്ക് മരിക്കാറിയാല നിത്യമരണത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഒന്ന്, നീ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ വെള്ളത്തിൽ മുങ്ങി, ജോർജൂട്ടി തെറ്റരുത്, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, അല്ലാതെ അങ്കച്ചന്റെയും പാപ്പന്റെയും ഒന്നും നാമത്തിലല്ല. നിർത്തണമെന്നാണോ നോട്ടത്തിൻ്റെ ഉദ്ദേശം? അതോ നീ സ്നാനപ്പെടണം. ഇത് കുക്ക് സാഹിബ് കൊണ്ടുവന്നതല്ല. നാഗൽ സാഹിബും നോയൽ സാഹിബും സൈമൺ സാറിൻ്റെ അല്ല സ്നാനം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് അമേരിക്കക്കാരുടെ ഇറക്കുമതിയല്ല, ഇത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. നീ കൊണ്ടു നടക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടാചാര്യോപദേശിച്ചാണ് പറഞ്ഞത്, ജുബായിൽ വെച്ച് പറഞ്ഞത് തെറ്റാന്ന് ഞാൻ നീ എഴുതിയില്ലെന്ന് പറഞ്ഞു.
ഇത് ഞങ്ങളാരും എഴുതിയതല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. മരിക്കാതിരിക്കാൻ 2 വെള്ളം കൊണ്ടൊരു ഒരു ക്രമീകരണം. 3 അതുകൂടെ പറഞ്ഞു നിർത്താം, അതിനെ നേരെ ഉള്ളു. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 28:35 വായിച്ചേ. പുറപ്പാട് 28:35. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോന് ധരിക്കണം. പിന്നെ യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കണം. ശബ്ദം എന്തിന്റെ ശബ്ദം? ഇതിന്റെ ശബ്ദം എന്തിന്റെ? അത് പറയാം. അഹരോന്റെ വസ്ത്രം പലതാ. അതിലൊരു വസ്ത്രമാണ് നീളക്കുപ്പായം, പിന്നെ നിലയങ്കി, ഏഫോദ്, മേർപ്പലക്കം, ഉള്ളങ്കി, തലമുടി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ ചുറ്റോട് ചുറ്റും മോളെ അതിന്റെ 30 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്ന മുതൽ വായിര്. അത് തന്നെ ഏഫോദിന്റെ അങ്കി മുഴുവൻ നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ അതിന്റെ നടുവിൽ തലകടപ്പാൻ ഒരു ദ്വാരം വേണം. അത് വേണം. പിന്നെ ദ്വാരത്തിന് നെയ്ത്ത് പണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിക്കാൻ പറിച്ചു കീറരുത് അരിച്ചം വരുമ്പം. കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടും ചുറ്റും നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പീറ്റിച്ചാത്ത പഞ്ഞി നൂലും, നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പീറ്റിച്ചാത്ത പഞ്ഞി നൂലും, 4 നിറം കലർന്ന പ്രാകാരത്തിൽ പല നീലൻ ഊതിച്ചേലോകിന്റെ ചില ഗുണമോരോ മോതും നീലോകർക്ക് എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോ അതിശയമേ. നൂലുകള്, നീലനൂല്, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളിമ്പിൽ മാതളപ്പഴങ്ങളും. നീലനൂല് ഒന്നുകൂടെ വായിച്ചപ്പോൾ നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് 3 തരത്തിലുള്ള നൂല്. നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളിമ്പിൽ മാതളപ്പഴം. ഇതിന്റെ വിളിമ്പില് മാതളപ്പഴം, അവയുടെ ഇടയിൽ ചുറ്റിലും പൊന്നുകൊണ്ട് പൊന്മണി മണികളും ഉണ്ടാക്കണം. മതി. അപ്പൊ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി ഇതിന്റെ ചുറ്റും, ഈ വസ്ത്രത്തിന്റെ ഏബോദിന്റെ ചുറ്റിലും അതിന്റെ വിളിമ്പില്. ഇത് ധരിച്ചോണ്ടാണ് അകത്തോട്ട് കയറുന്നത്. അപ്പൊ അകത്ത് ശുശ്രൂഷയ്ക്ക് പോവുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അകത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കേൾപ്പിക്കണം. ഇതിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ മാതളപ്പഴവും പൊന്മണി ഇപ്പറേ ഇരിക്കുന്ന ഈ മാതളപ്പഴത്തെ ഒന്ന് മുട്ടുമ്പം ഒരു ശബ്ദം കേൾക്കണീ. അപ്പൊ ഈ മാതളപ്പഴം ഇപ്പുറത്തെ പൊന്മണി ചെന്ന് ഒരടി, അല്ല ഇടയ്ക്കിടയ്ക്ക് ഉറി. അപ്പൊ അപ്പുറം അപ്പം മറ്റേ തള്ള വിക്ടറി. ഇതൊക്കെ എഴുതാൻ പറഞ്ഞാൽ തള്ളക്ക് അറിയാം, എല്ലാം വെച്ച് കീച്ചുക. എന്റെ ശബ്ദം കേൾക്കണം, ശബ്ദം. അപ്പൊ ഈ അഹരോൻ ഇത് ധരിക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ ഇങ്ങനെ ബേബി ശബ്ദം കേൾക്കുകയല്ല. ഈ വാക്യത്തിന് 8 പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് 14 ഒന്നും ശബ്ദം കേൾക്കുകയല്ല. ശബ്ദം കേൾക്കണമെങ്കിൽ ശരീരം കൊണ്ടൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്തങ്ങൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വം. നീ ദൈവത്തെ സ്തുതിക്കുകയും കൈയടിക്ക് ആത്മാവി ബലപ്പെടുമ്പോൾ ശബ്ദം കേൾക്കും. പൊന്മണി മാതളപ്പഴം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുമ്പോൾ കിണിങ് 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 എന്നുള്ള ശബ്ദം. അങ്ങനെ ഈ ശബ്ദം കേട്ടാൽ നീ ജാഗത്തില്ല. ശബ്ദമില്ലെങ്കിൽ നീ അന്നേരം തീരും. ശബ്ദം നിന്നു പോയി എന്നൊക്കെ ചെല്ലു പറയുന്നു. ഇപ്പൊ തർക്കിക്കാനുള്ള നേരമില്ല എൻ്റെ പൊന്നച്ച. ഇത് നിന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. തർക്കിക്കാനും ബാധിക്കാനുമില്ല. ഇതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തെല്ലാം വിടുതൽ അനുഭവിച്ചവരായി വിടിരിക്കുന്നവര്. അപ്പൊ ഈ ശബ്ദം കേൾപ്പിക്കണം. എന്തോ ശബ്ദമാ ദൈവാലയത്തിലെ വായിച്ച കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 14:26 ശബ്ദം വായിര്. എന്തൊക്കെയാ ഇതിനകത്ത് വായിര്. ഈ ശബ്ദം വായിച്ചോ പോകണം.
ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഓരോരുത്തന് സങ്കീർത്തനം, അതിന്റെ ശബ്ദമുണ്ട്. പിന്നെ ഉപദേശമുണ്ട്, ഉപദേശത്തിന്റെ ശബ്ദം അതുണ്ട്. പിന്നെ വെളിപ്പാടുണ്ട്, വെളിവുകേടല്ല വെളിപ്പാടുണ്ട്. പിന്നെ അന്യഭാഷയുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കണം, ഇതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. അന്യഭാഷ ഉണ്ട്, നിന്നിട്ടില്ല, നിക്കത്തുമില്ല. നിൽക്കുന്നവര് ചിലപ്പോൾ കാണും, പക്ഷേ ഇത് മനുഷ്യന്റെ ആരും തന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒരു കാര്യം ഉറപ്പോടെ ധൈര്യത്തോടെ പറയുക, ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും മറ്റ് പേടിപ്പെടുത്തുന്ന വിഷയമുള്ള ഭവനങ്ങളോ ദേശങ്ങളോ ഉണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് പറ, അങ്ങോട്ട് ചെന്നിരുന്ന്. ഞങ്ങളെ കാണാനൊന്നും വലിയ ജാതകമൊന്നുമില്ല, എന്തിനാ? ചില പറയത്തില്ല നിങ്ങളുടെ ഉപദേശിമാരെ കാണാനൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി, പക്ഷേ ഭൂതം പിടിച്ചെടുത്തൊക്കെ ഞങ്ങളെ അങ്ങോട്ട് കയറ്റിവിട്ടേ, അടിച്ച് പ്രാർത്ഥിച്ച് അടിച്ച് വെച്ചാൽ കില്ലാരി പോലിക്കുന്ന നല്ല ഗ്ലോറി പറയുമ്പോൾ ഭൂതം അന്നാലും വീഴുക, ചക്കല് പോലെ ഇരിക്കുക. മനസ്സിലാകുന്നുണ്ടാവല്ലോ? അഭിഷേകം ആഭിചാരമുള്ള വീടുകൾ ഇങ്ങോട്ട് താ. ചില പറയത്തില്ല ആ വീട്ടിൽ താമസിക്കാനൊക്കെ വീട് താടാ, ഞങ്ങൾ തമ്പേറുമായിട്ട് അങ്ങോട്ട് വന്ന് മുഴങ്കാലമേൽ ഇരുന്ന് പാട്ട് പാടി ആത്മാവിൽ അങ്ങോട്ട് പറഞ്ഞ അന്യഭാഷ 4 മെതക്കാരന്റെ കെട്ടുപൊട്ടുവന്ന അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. മന്ത്രവാദത്തിന്റെ ഈറ്റില്ലത്തിനകത്തോട്ട് ഞങ്ങളെ ഒന്ന് കയറ്റിവിട്ടേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന എല്ലാത്തിനെയും അല്ല, അഭിഷേകം പ്രാപിച്ചതിനെ അല്ല, വാർതാനെയല്ല കയറ്റിവിട്ട ചപ്പി നിന്റെ ഊപ്പാട് വരുത്തും. കേവാട പിള്ളേരുടെ ദേഹത്തി ആടി വീണ് കൊച്ചുങ്ങൾ തുണിയില്ലാതെ അവസാനം അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. ഞാനങ്ങ് നാടൻ ഭാഷ പറയാതെ തുണിയില്ലെന്ന്, വസ്ത്രം. ദൈവത്തിന് മഹത്വം. വിചാരവും മന്ത്രവാദമുള്ള വീടോ ദേശമോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തേന്നേ. കാശൊന്നും മുടക്കണ്ട. ഞങ്ങള് അഭിഷേകം പ്രാപിച്ച മാന്യ സഹോദരിമാരും സഹോദരന്മാരും ഞങ്ങൾ ഉപദേശിമാരും കൊണ്ട് അങ്ങോട്ട് ചെന്ന് ചിലപ്പോൾ ഒരു പഴയ തമ്പേറാ ഞങ്ങളെടുത്ത് അങ്ങോട്ട് മുഴങ്കാലിൽ ഇരുന്ന് തമ്പേറൊക്കെ ഒന്ന് അടിച്ച് 2 ചീല് പാട്ട് വെക്കി ഇങ്ങോട്ട് പേടി. ഞങ്ങൾക്ക് പ്രത്യേക പാട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ചീ അതൊന്നുമല്ല, ഇതിനെടുത്ത് അമ്മാനെ വിളിച്ച് അല്ല, തീ കത്തുന്ന പാട്ടുണ്ട്, അതൊക്കെ ഇപ്പം പാടാൻ നേരമില്ല. അങ്ങോട്ട് പാടി ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ സകല കെട്ടും പൊട്ടുമെന്നാ പറഞ്ഞത്. ഒരാഭിചാരവും നിനക്ക് ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിദ്യയും നിനക്ക് ഫലിക്കത്തില്ല. ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന പകർച്ചയാ ദൈവാത്മാവിന്റെ പകർച്ച. ഇന്ന് രാത്രി ദേശത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, കുട്ടിയിരിക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെ. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ നീ വിടുതൽ പ്രാപിച്ച് കടന്നു പോകണം. ദേശവാസികൾക്ക് വിടുതലാകട്ടെ, സമീപവാസികൾക്ക് വിടുതലാകട്ടെ, കൂടപ്പെട്ടവർക്ക് വിടുതലാകട്ടെ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആരെ ശ്രദ്ധിക്കണ്ട, ആത്മാവിൽ ഒന്ന് ബലപ്പെട, ആത്മാവിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ എന്റെ വാക്ക് നിർത്തുക. അഭിഷേകത്തിന്റെ ശക്തികൾ ദൈവത്തെ ആരാധിക്കാൻ അല്പസമയം പോയി അതൊന്നും ഗണ്യമാക്കണ്ട. ഇന്ന് രാത്രി ദേശത്തിന്റെ കെട്ടുകളറിയോ ആത്മാക്കൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടട്ടെ, ദൈവസഭയ്ക്ക് വിടുതലാകട്ടെന്ന് കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി പോകട്ടെ. ആ വിചാരം യാക്കോബിന്റെ മറ്റത്തിലെ ലക്ഷണവിദ്യ ഈ സ്നേഹങ്ങളോട് ഫലിക്കത്തില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെടും. ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്ന ദൂട്ട ശക്തികൾ ഇത് രാത്രി അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദേശത്തെ ദൈവം വിടിവിക്കട്ടെ, കുടുംബങ്ങളെ ദൈവം വിടിവിക്കട്ടെ. രോഗബന്ധനം ഇന്ന് രാത്രി ഈ ആരാധനകൾ ചില രോഗാത്മാവ് അടിഞ്ഞു മാറട്ടെ. ക്യാൻസറിന്റെ ശക്തികൾ, എന്ന ശക്തികൾ, ഹാർട്ടിന്റെ പ്രോബ്ലം ഇന്ന് രാത്രി അടിയട്ടെന്ന്. ഇന്ന് രാത്രി വിടുതലോടെ തിരിച്ചു പോകണം, വിടുതലോടെ പോകണം. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും. ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി. ദൈവത്തിന് മഹത്വം. നിന്റെ മേൽ ഇന്ന് രാത്രി ശിരസ് മുതൽ പാദം വരെ ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ
കണ്ണഞ്ഞറ ദേശം വിടുവിക്കപ്പെടട്ടെ. പുള്ളിക്കാട്ടുപടി രക്ഷിക്കപ്പെടട്ടെ. വെട്ടിക്കലങ്ക് വിടുതല പ്രാപിക്കട്ടെ. ചൊരിക്കമ്പാറ വിടുതല പ്രാപിക്കട്ടെ. വാഗത്താനം ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ ദേശത്ത് വിടുതലാകട്ടെ. ദേശത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആത്മശക്തികൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിടുതൽ 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 ദൈവശക്തിക്കായി അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രാത്രി ശിരസ് മുതൽ പ്രാരംഭം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ബലപ്പെടാ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. മരിക്കാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം. വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യനരകത്തിൽ തീപ്പൊയ്ക്കകത്ത് പോകാതെ നീ നിത്യതയിലെത്തണം. അതിന് ശുശ്രൂഷ ഉതകട്ടെ. ക്ഷണിച്ചവർക്ക് നന്ദി. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം, ഇറങ്ങിപ്പോകരുത്. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒക്കുന്നെങ്കിൽ ആ കൈ 2 ഒന്ന് വീശി ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഇന്നും എന്നേക്കും വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും എന്നേക്കും പിരിയാതെ